അപ്പൊ അവിടെയും അല്ലാഹുവിന്റെ മുത്തുനബി ആദ്യം പറഞ്ഞത് ആരോഗ്യമാണ്. ആരോഗ്യം ചെറുതല്ലത്, വലുതാണ്. അള്ളാഹു ആരോഗ്യം അവസാനം വരെ നിലനിർത്തും. തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോഴും ഒക്കെ റബ്ബിനോട് തേടുമ്പോൾ ഈ ദുആ പ്രത്യേകം ചെയ്തോ, അവസാനം വരെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ, മാരക രോഗങ്ങളും വേദനകളും അനുഭവിക്കൽ ഈ ദുആ ചോദിച്ചറിഞ്ഞ് റബ്ബിനോട് തേടിക്കോ. എല്ലാം അതിനകത്ത് പെട്ടു. ഇത് ഏതാ ഈ മൂന്നെണ്ണം? അഫ്വും ആഫിയത്തും മുആഫാത്തും, മൂന്ന് കാലം. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമാണ് ഇവിടെയൊക്കെ ഈ ദുആയിലൊക്കെ പഠിപ്പിക്കുന്നത്. നബി ഏറ്റവും കൂടുതൽ ചെയ്ത ദുആകളിൽ ഒന്നായത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ. ഞാൻ വീണ്ടും ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അപ്പൊ ദീനിലും പെട്ടു, ദുനിയാവിലും പെട്ടു, ആഖിറ. അങ്ങനെ വന്നാൽ നീ എന്റെ അടിമവുമല്ലോ. കാരണം ഞാൻ റബ്ബാണ്, നീ അടിമയാണ്. ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കേ. മൂസ നബി, പ്രവാചകന്മാരും അള്ളാഹും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ട്. നീ എന്നോട് എന്തായിരിക്കും ചോദിക്കുക? അങ്ങനെ വന്ന നീ എന്നോട് ചോദിക്കുന്നത് എന്താ? നീ അടിമയായി, ഞാൻ ഉടമയായി, ആ രീതിയിലാണെങ്കിലും പ്രസിദ്ധിയും പ്രശസ്തിയും ഒന്നുമല്ല ഞാൻ ചോദിക്കുക. ഞാൻ അപ്പ ചോദിക്കുന്ന ചോദ്യം മൂസ നബിയെ ആരോഗ്യമായിരിക്കും, ആഫിയത്തായിരിക്കും, സയ്യിദുനാ കലീം. മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ. ഇതാരാ പറയണത്? അല്ലാഹ് പറയട്ടെ. ഏതായി മൂന്ന് കാര്യങ്ങൾ? പ്രിയപ്പെട്ടവരിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യേ. എനിക്ക് ഷുഗർ എത്ര, കൊളസ്ട്രോൾ എത്ര, പ്രഷർ എത്ര, അപ്പൊ പിന്നെ വേറെയും കുറെ ഇങ്ങനെ വരെ. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഭക്ഷണങ്ങളിലും അത്തരത്തിലുള്ള പാനീയങ്ങളിലൂടെയും നമ്മൾ തന്നെയാണ് ഈ അകാല നരകളും അകാല രോഗങ്ങളും അകാല മരണം. ഇതെന്നിങ്ങനെ ആവർത്തിച്ച് പോകാൻ അല്ലാഹുവിന്റെ മുത്തനബി. കാരണം ആ ഒരൊറ്റ ആയത്തിലൂടെ എല്ലാം അതിനകത്ത്. ദുനിയാവിലും ഹസനത്ത്, ദുനിയാവ് മുഴുവനും കിട്ടിയെന്ന് അല്ലാഹുവിന്റെ മുത്തനബി പറയാം. ഏതായി മൂന്നെണ്ണം പ്രിയപ്പെട്ടത്? ദുനിയാവ് ഒരു വലിയ വിഷയം തന്നെയല്ലേ എന്ന് പ്രിയപ്പെട്ട. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടു. ഹാറൂൻ റഷീദ്, അതുപോലെ നല്ല പറയാൻ പറ്റൂല. ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിക്ക് അക്കാലഘട്ടത്തിൽ ഒരു മോഹം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യണം. രാജാവാഗത്തിന്റെ ഭരണാധികാരിയാണ് ഹാറൂൻ റഷീദ്. അപ്പൊ അദ്ദേഹം നടക്കുമ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പച്ച പരവതാനി നടത്തോക്ക് അങ്ങനെ ആവണ്ടേ, ഇറാഖ് മുതൽ മക്ക വരെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചുറ്റും ഈ പട്ടാളക്കാരുണ്ട്, അവരിടയിലൂടെ ഇങ്ങനെ നടക്കേ. ആളിങ്ങനെ നടക്കുക, ലക്ഷ്യം മുഴുവനും കഅബയാണ്. അല്ലാഹുവിന്റെ ഈ ബഹളം സൈന്യം പോലും ചിന്തിച്ചില്ല. നോക്കുമ്പോ മുമ്പിൽ ഒരാൾ വന്നു. ഈ പറയപ്പെട്ട സൈന്യത്തിന്റെ ഒക്കെ കണ്ണു വെട്ടിച്ച് ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി രാജാവിന്റെ മുമ്പിൽ നെഞ്ച് നിവർത്തി പിടിച്ചു നിൽക്കെ. ഈ രാജാവിന്റെ ഈ പട്ടാളക്കാരെ ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടാവില്ല. കാരണം ഇസ്ലാമിക ലോകത്തിന്റെ അമീർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കെ ഒരാള് കണ്ടാൽ ഒരു ഭ്രാന്തൻ, മുടിയൊക്കെ വളർത്തി ജടകെട്ടിയ വലിയ താടിയൊക്കെ ആയിട്ട് ഒരു കീറി പറഞ്ഞ വിശാലമായ ദുനിയാവുണ്ടായിട്ട് പോലും നിങ്ങളെ ശരീരത്തിന്റെ ക്ഷീണം തീർക്കാ നിങ്ങൾക്കാകെ വേണ്ടി വന്നത് ഈ ദുനിയാവിന്റെ വിശാലാംശങ്ങളിൽ നിന്നൊരു മജ്നൂൻ. അതാ മജ്നൂൻ, സഅദൂനുൽ മജ്നൂൻ. അപ്പൊ ദുനിയാവ് ഇത്രയല്ലോ. നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. ഞാൻ എന്ന് വിചാരിച്ച് കിട്ടിയതൊക്കെ വലിച്ചെറിയണമെന്നും അല്ല ഈ പറയണത്. പക്ഷെ അതൊക്കെ ആഖിറത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ മുത്തുനബി ഈ ദുനിയാവിനെ ഇത്തരത്തിൽ പഠിപ്പിച്ച ആ മൂന്ന് കാര്യങ്ങളെ ഒരാൾക്ക് കിട്ടിയ, നമ്മൾ അവിടെ നിന്നാ മാറിപ്പോയത് കേട്ടോ, വിഷയത്തിൽ നിന്ന് പോണ്ട. മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയ ദുനിയാവ് മുഴുവനും അവന് കിട്ടും. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ആശങ്കയില്ല, ഭയമില്ല, പേടിയില്ല. എനിക്ക് അസൂയാലുക്കളുടെ സെറില്ല, എനിക്ക് ശത്രുക്കളുടെ ഉപദ്രവം വരില്ല. ിലേക്ക് പോകുമ്പോ ഇവിടെ എന്നും എനിക്ക് അത്തരത്തിലുള്ള ആരെയും പേടിക്കാനില്ല. ഇങ്ങനെയാണ് ഒരാൾക്ക് രാവിലെ എഴുന്നേക്കാൻ അല്ലാഹു തൗഫീഖ്, തഹജ്ജുദിനാകട്ടെ അതല്ലെങ്കിൽ സുബ്ഹിക്ക് വേണ്ടിയിട്ടാകട്ടെ, എഴുന്നേക്കുന്ന നേരത്ത് മുആഫൻ ഫീ ബദനിഹി, നിന്റെ ശരീരത്തിന് നല്ല എഴുന്നേറ്റത്. അപ്പൊ ഒന്ന് നിർഭയം, ആശങ്കയില്ല, പേടിയില്ല. രണ്ട്, ആരോഗ്യത്തോടെ എഴുന്നേറ്റോ. മൂന്നാമത്തത്, ഇന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇന്നെന്റെ മക്കൾക്ക് ഞാൻ എങ്ങനാ ഭക്ഷണം കൊടുക്കുന്നത് പേടിയില്ല. ഇന്നെന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്താ ഭക്ഷണം കൊടുക്കുന്നത് പേടി. വയസ്സായ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഞാൻ അവർക്ക് എന്ത് ഭക്ഷണമാ കൊടുക്കുക? എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയില്ല. അന്നത്തെ ദിവസത്തെ ഭൃതർക്കും വേണ്ടത് അല്ലാഹു അവന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെ വേണമെന്നില്ല. ഇനി ഇന്ന് അതിന്റെ പൈസ തന്നെ വേണമെന്നില്ല. ഇന്ന് ജോലി എടുത്തിട്ടുണ്ടായാലും ഒക്കെ ആവും. അതിന് വേണ്ടതൊക്കെ റബ്ബ് തന്നിട്ടുണ്ട്. അങ്ങനെ മതി. ഇല്ലാത്തവരുണ്ടോ? ഇല്ല. ഈ മൂന്ന് സംഗതി ഒരാൾക്ക് കിട്ടിയ, ഒന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും ഒരു ശത്രുവിനെ കുറിച്ചും പേടിയില്ല. മൃഗമാകട്ടെ, മനുഷ്യരാകട്ടെ, ഏത് തരത്തിലായാലും വഴിമുടക്കുന്നവരോ ജോലി മുടക്കുന്നവരോ അങ്ങനെ ഒരു പേടിയില്ല. രണ്ട്, നല്ല ആരോഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം. മധുര ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ആകട്ടെ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ധാന്യ
സുഖമുള്ള ഒരവസ്ഥയാണ്. എപ്പോഴാണ് ഈ ആരോഗ്യം നഷ്ടപ്പെടുക? അപ്പോഴാണ് ഈ ചികിത്സ തേടി പോവുക. ചികിത്സ എന്ന സമ്പ്രദായം തന്നെ തുടങ്ങിയിട്ട് കാലം എത്രയായി? കാലം കുറേയായി. ഇപ്പോഴൊന്നും തുടങ്ങിയല്ല മനുഷ്യന്റെ ഈ ചികിത്സ. ഇപ്പൊ അത് കൂടിയെന്നേ ഉള്ളൂ. ചികിത്സ തുടങ്ങിയിട്ടൊക്കെ കാലം കുറെ. ആദ്യമായിട്ട് ചികിത്സാ സമ്പ്രദായം വന്നത് ഗ്രീക്കിലാണ്. ഗ്രീക്ക് ലോകത്താണ്. അറബികളും ഗ്രീക്കുകാരുമൊക്കെ അന്ന് അവലംബിച്ച ചികിത്സാ സമ്പ്രദായം, ചികിത്സാ രീതിയാണ് യൂനാൻ. ആദ്യമായി പ്രചാരം ലോകത്ത് പ്രചരിച്ച പ്രസിദ്ധമായ ഒരു വലിയ ചികിത്സാ സമ്പ്രദായം, ആരോഗ്യ സംരക്ഷണത്തിന്റെ മരുന്നുകൾ നൽകപ്പെടുന്ന വലിയൊരു ഒരു സമ്പ്രദായം യൂനാനിയാണ്. അതാണ് ലോകത്ത് വ്യാപിച്ചത്. പക്ഷേ ആർഷഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം വൈദ്യമാണ്. ആയുർവേദം, ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശാസ്ത്രം, അതിന്റെ വിദ്യകൾ, അതാണ് ആയുർവേദം. ഈ ആയുർവേദത്തിന് ശരിക്കു പറഞ്ഞാൽ ഭാരതത്തിൽ ഇത് കാലങ്ങളോളം ഒതുങ്ങി നിന്നുവെങ്കിലും യൂനാൻ എന്ന ചികിത്സാ സമ്പ്രദായം ജന്മമെടുക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജന്മമെടുത്തിരുന്നു ആയുർവേദം. എന്തോ ആവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയുർവേദത്തിൽ ആരോഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ വാതിലേക്ക് വരുന്നുണ്ട്. എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ശ്രദ്ധിക്കുക. എന്നാൽ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ ആരോഗ്യം? ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ മൂലകങ്ങൾ, മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ അംശങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടുവോ ഈ അംശങ്ങളൊക്കെ അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുക. അങ്ങനെ നിലനിന്നാൽ ആരോഗ്യമുണ്ട്. ഈ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ അപ്പൊ രോഗത്തിലായി. ഏതാണ് ഈ സന്തുലിതാവസ്ഥ? വാദം, പിത്തം, കഫം. ഈ മൂലകങ്ങളുടെ സമ്മിശ്രമാണ് മനുഷ്യ ശരീരം. എല്ലാത്തിൻ്റെ എന്നാ പറയുന്നത്. അപ്പൊ ഈ മൂലകങ്ങൾ അതിൻ്റെതായ അളവിലും തോതിലും സന്തുലിതമായി ഒരു ശരീരത്തിൽ നിലനിന്നാൽ അത് ആരോഗ്യമുള്ള ശരീരം. അപ്പൊ ഇതിന്റെ സന്തുലിതാവസ്ഥ തെറ്റിയാൽ അതുമായി ബന്ധപ്പെട്ട രോഗം ഉണ്ടാവും. കഫത്തിന്റെ മൂലകമാണ് കൂടിയതെങ്കിൽ കഫരോഗം ഉണ്ടാവും. പിത്തമാണ് കൂടിയതെങ്കിൽ പിത്തരോഗം ഉണ്ടാകും. രക്തമാണെങ്കിൽ രക്തരോഗം ഉണ്ടാകും. ഇതാണ് ആയുർവേദം പഠിപ്പിക്കുന്ന ചികിത്സാ സമ്പ്രദായം. പക്ഷേ നമ്മുടെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന മനുഷ്യന്റെ മൂലകങ്ങൾ അൽ അനാസിറുൽ അർബ, ഞങ്ങളൊക്കെ പഠിക്കുന്നതാണ് അനാസിറുൽ അർബ. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ മൂലകങ്ങൾ. തീ, വെള്ളം, വായു, മണ്ണ്. ഇത് നാലും കൂടിയിട്ടാണ്. തീ, വെള്ളം, വായു, മണ്ണ്. ഇത് നാലും കൂടിയിട്ടാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട ആരോഗ്യമല്ലേ നമ്മളെ ചർച്ച. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ 4 അംശങ്ങൾ കൂടുന്നിടത്ത് അത് എങ്ങനെ കൂടണമോ ആ അളവിൽ നിന്ന് വ്യത്യാസം വരുമ്പോ മനുഷ്യൻ രോഗിയാകുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു. അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആരോഗ്യം വലുതാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് കാത്തു സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹത്തു വൽ ഫറാഗ്. ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് ഉസ്താദുമാര് പ്രത്യേകിച്ച് യുവാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന തിരുഹദീസ്. ആ ഹദീസിലും അല്ലാഹുവിന്റെ മുത്തുനബി 2 കാര്യങ്ങളാകുന്ന 2 വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ അശ്രദ്ധയിലാണെന്നും ആ അനുഗ്രഹങ്ങൾ പലതും ചൂഷണത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നുവെന്നും അർത്ഥത്തിൽ അല്ലാഹുവിന്റെ മുത്തുനബി പറയുമ്പോ അവിടെയും ഒന്നാമതായി നബിത്തങ്ങൾ എണ്ണുന്നത് അസ്സുഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യം. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സുഹത്തു വൽ ഫറാഗ്. ഒഴിവു സമയവും ആരോഗ്യം. ഇതിലാണ് മനുഷ്യന്മാര് പലപ്പോഴും വഞ്ചിതരാകുന്നത്. ഈ അനുഗ്രഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അതിക്രമത്തിലൂടെ നരകം മനുഷ്യൻ നേടിയെടുക്കുന്ന, നരകത്തിന് വേണ്ടി വില പറയുന്ന, നരകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, എന്നാ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു കൊടുത്ത 2 വലിയ അനുഗ്രഹങ്ങൾ. അത് ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. പക്ഷേ മനുഷ്യൻ അധികവും വഞ്ചിക്കപ്പെടുന്നു. മനുഷ്യൻ അതിനെ ചൂഷണം ചെയ്യുന്നു. അതിലൂടെ പരാജയം ഏറ്റുവാങ്ങുന്നു. മുത്തുനബി പറയേ. അപ്പൊ അവിടെയും അല്ലാഹുവിന്റെ മുത്തുനബി ആദ്യം പറഞ്ഞത് ആരോഗ്യമാണ്. ആരോഗ്യം ചെറുതല്ലത്,
വലുതാണ്. അള്ളാഹു ആരോഗ്യം അവസാനം വരെ നിലനിർത്തി തരുമാറായി. അള്ളാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, റസൂലുള്ളാഹ്, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും ഞാൻ ചെയ്യേണ്ട പ്രാർത്ഥന ഏതാണെന്നൊന്ന് പഠിപ്പിച്ചു തരുമോ? അള്ളാഹുടെ മുത്തുനബിയല്ലേ പറയണത്. നബി പറഞ്ഞ പിന്നെ അതങ്ങ് ദുആ ചെയ്താൽ മതി, അള്ളാഹ് ഉത്തരം തരും. ആ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അവിടെയാണ് സ്വഹാബത്ത്, പ്രിയപ്പെട്ടവരെ, നബിയില്ലാതെ ലക്ഷ്യങ്ങളില്ല, നബിയില്ലാതെ ജീവിതമില്ല, നബിയില്ലാതെ സംസ്കാരമില്ല, നബിയില്ലാതെ അനക്കമില്ല, നബിയില്ലാതെ അടക്കമില്ല. ഇതിലാ ദലീല على الطريق إلى الإله إلا متابعة الرسول المكملا في حاله وفعله ومقاله وتتبعن وتابعا لا تعدلا. സ്വഹാബാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി നബി തങ്ങളുടെ മുമ്പിലെത്തിയിട്ട് നബിയോട് ചോദിക്കേ, റസൂലുള്ളാഹ്, ഈ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ റബ്ബിനോട് എന്താണ് ചോദിക്കേണ്ടത്? പല ആശയുണ്ട്. കാരണം നബിയോടാ ചോദിക്കുന്നത്. പ്രസക്തമായി നിസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുആയ. അപ്പൊ ഏതായിരിക്കും നബി പറയാ? അപ്പൊ ആ ഒരു മുൻവിധിയോട് കൂടി നബിയുടെ മുമ്പിൽ എത്തിയിട്ട് ചോദിക്കേ, അല്ലാ, ഇവിടെയാണ് ആരോഗ്യത്തിന്റെ വില എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇവിടെയാണ് ആരോഗ്യത്തിന്റെ വില എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തോ, അല്ലാ, എന്റെ അവസാന നിമിഷം വരെ നീ തന്നിരിക്കുന്ന വിലമതിക്കാനാകാത്ത ആരോഗ്യമാകുന്ന അനുഗ്രഹത്തെ എനിക്ക് നിലനിർത്തി തരണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്തോ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുത്തുനബിയിൽ നിന്ന് മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സ്വഹാബി കൊതിച്ചിരിക്കെ അല്ലാഹുവിന്റെ മുത്തുനബി മറുപടി പറഞ്ഞു കൊടുത്തു, സല്ലല്ലാഹുൽ ആഫിയ. ആരോഗ്യം ചോദിക്ക റബ്ബിനോട്. എനിക്ക് ആരോഗ്യം തരണേ റബ്ബി, ആരോഗ്യം തരണേ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം തരണേ. 2 തരത്തിലുള്ള സൗഖ്യമുണ്ട്. എന്നാലും നമുക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നല്ല ആരോഗ്യം തരണേ എന്ന് ചോദിക്കും. അപ്പൊ ആ സ്വഹാബിക്ക് അത്രത്തോളം അങ്ങോട്ട് തൃപ്തി വന്നില്ല. കാരണം നബിയോട് വന്നിട്ട് ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥന 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഞാൻ ഏത് ചോദിക്കണമെന്ന് പറയുമ്പോ നബി ഇതേ പറഞ്ഞോളൂ, വേറെ എന്തൊക്കെ കിടക്കുന്നു എന്നൊരു ചിന്തയിൽ വീണ്ടും നബിയുടെ മുമ്പിൽ ചോദിച്ചു, ഞാൻ എന്ത് പ്രാർത്ഥനയാണ് നടത്തേണ്ടത് റസൂലുള്ളാഹ്? അപ്പോഴും അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മറുപടി, സല്ലല്ലാഹുൽ ആഫിയ. നീ ആരോഗ്യത്തെ ചോദിക്ക റബ്ബിനോട്. നിന്റെ ആത്മാവിന്റെയും നിന്റെ ശരീരത്തിന്റെയും സുഖാവസ്ഥ എന്താണോ ആ സുഖാവസ്ഥയെ ചോദിക്ക റബ്ബിനോട്. മതി വന്നില്ല, വീണ്ടും നബിയോട് ചോദിച്ചു, റസൂലുള്ളാഹ്, ഞാൻ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം എന്റെ റബ്ബിനോട് എന്താണ് ദുആ ചെയ്യേണ്ടത്? ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നബിയോട് ചോദിച്ചപ്പോ ആ മനസ്സ് കണ്ടെറിഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹുൽ ആഫിയ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യം. ഇത് ചോദിച്ചോ, ദുനിയാവിലും ആഖിറത്തിലുള്ള സൗഖ്യം എന്താ? അതിനല്ലേ നമ്മളോട് എപ്പോഴും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചതും നബി ദുആ ചെയ്യുന്നതും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. എല്ലാവരും ദുആ ചെയ്തു. കാരണം അല്ലാഹുവിന്റെ മുത്തുനബി എപ്പോഴും ദുആ ചെയ്തിരുന്നതാണ്. വല്ലാത്തൊരു ദുആ. എല്ലാം അതിനകത്ത് പെട്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആശയങ്ങളുടെ സമ്പുഷ്ടീകരണം, ജവാമിഉൽ കലിമ നൽകപ്പെട്ട പ്രവാചകനാണ് ഞാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞ ചെറിയ വാക്ക്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ഒരേപോലത്തെ പദം, അഫ്വ്, ആഫിയത്ത്, മുആഫാത്ത്, അല്ലേ? ഒരൊറ്റ ധാതുവിൽ നിന്ന് പിടിച്ചതാണ്. ഇത് 3ലും അത് തന്നെയല്ലേ ഉള്ളത്. അഫ്വ്, നസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത.
ഇതാ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. അറിഞ്ഞെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് എപ്പോഴും കിടക്കുന്ന നേരത്തും തഹജ്ജുദിന് വേണ്ടി എഴുതേക്കുമ്പോഴും ഒക്കെ റബ്ബിനോട് തേടുമ്പോൾ ഈ ദുആ പ്രത്യേകം ചെയ്തോ. അവസാനം വരെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ, മാരക രോഗങ്ങളും വേദനകളും അനുഭവിക്കരുത്, ആരോഗ്യത്തോടെ നിലകിട്ടണമെങ്കിൽ ഈ ദുആ ചോദിച്ചറിഞ്ഞ് റബ്ബിനോട് തേടിക്കോ. എല്ലാം അതിനകത്ത് പെട്ടു. ഇത് ഏതാ ഈ മൂന്നെണ്ണം? അഫ്വും ആഫിയത്തും മുആഫാത്തും 3 കാലങ്ങളാണ്. 3 കാലങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന. ഒന്ന് കഴിഞ്ഞ കാലം, ഭൂതകാലം, ഒന്ന് വർത്തമാനകാലം, ഒന്ന് ഭാവി കാലം. 3 അതിനകത്ത് പെട്ടു. ഏതാ ദുആ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, ഞങ്ങളെ റബ്ബേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, ചോദിക്കുന്നു റബ്ബേ, അൽ അഫ്വാ, അഫ്വിനെ ചോദിക്കുന്നു റഹ്മാനെ, വൽ ആഫിയ, ആഫിയത്തിനെയും ചോദിക്കുന്നു തമ്പുരാനെ, വൽ മുആഫാത ദായിമാ, നിത്യമായ മുആഫാത്തിനെയും തേടുന്നു തമ്പുരാനെ. എന്താണ് അഫ്വ് പ്രിയപ്പെട്ടവരെ? പടച്ചവനെ, എന്റെ കഴിഞ്ഞ കാലത്തിൽ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന, ഞാൻ തീർത്തും രോഗിയായി മാറിപ്പോകുന്ന ഏതെങ്കിലും മാരക രോഗത്തിന്റെ വൈറസുകളോ അണുക്കളോ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണങ്ങളിലൂടെ, ഏതെങ്കിലും അന്തരീക്ഷ മലിനീകരണങ്ങളിലൂടെ, ഏതെങ്കിലും ഞാൻ കുടിച്ച പാനീയങ്ങളിലൂടെ എന്റെ ശരീരത്തിലോ എന്റെ ബ്ലഡിലോ എന്റെ മജ്ജയിലോ എന്റെ മാംസത്തിലോ എന്റെ എല്ലിലോ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സൗഖ്യം തരണേ അല്ലാ. ആ രോഗലക്ഷണത്തെ എന്റെ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണേ അല്ലാ. അതുപോലെ എന്റെ ആത്മാവിന്റെ രോഗാവസ്ഥയാകുന്ന, ഞാൻ ഭൂതകാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ മുഴുവനും പുറത്തു തന്നുകൊണ്ട് എന്റെ ആത്മാവിനും നല്ല ആരോഗ്യം തരണേ അല്ലാ. ഇതാണ് അഫ്വ്. രണ്ടാമത്തെ വൽ ആഫിയ, എനിക്ക് ആഫിയത്തും തരണേ അല്ലാ. വർത്തമാനകാലം പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഞാൻ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ, ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളിലോ, ഞാൻ കുടിച്ച പാനീയങ്ങളിലോ, ഞാൻ ശ്വസിച്ച അന്തരീക്ഷങ്ങളിലോ ഏതിലെങ്കിലും കൂടി എന്റെ ശരീരത്തിലോ അവയവങ്ങളിലോ പറ്റിപ്പിടിച്ചിരിക്കുന്ന വല്ല മാരക രോഗത്തിന്റെ ലക്ഷണങ്ങളും വൈറസുകളും ഉണ്ടെങ്കിൽ അതൊക്കെയും നീ നിർവീര്യമാക്കണേ അല്ലാ. അതിൽ നിന്ന് താമായ സൗഖ്യം തരണേ അല്ലാ. അതൊന്നും ഒരു രോഗമായി എന്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാതെ സംരക്ഷിക്കണേ അല്ലാ. അതോടൊപ്പം എന്റെ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്ന ചെയ്തു കൂട്ടിയ പാപക്കറകൾ മുഴുവനോ നീ പുറത്തു തന്നുകൊണ്ട് എന്റെ ആത്മാവിനും നല്ല ആഫിയത്ത് തരണേ അല്ലാ. ഇനിയും എനിക്ക് ഒരുപാട് കാലം ഈ ഭൂമി മണ്ണിൽ ബാക്കിയുണ്ട്. ഈ കാലത്തിനിടയിൽ എന്റെ ശരീരത്തിൽ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളും തരല്ലേ അല്ലാ. എനിക്ക് തന്നിരിക്കുന്ന അവയവങ്ങളിലോ എന്റെ ഹാർട്ടിന് ദൗർബല്യം തരല്ലേ അല്ലാ. എന്റെ കരളിന് ദൗർബല്യം തരല്ലേ അല്ലാ. എന്റെ വൃക്കയ്ക്ക് ദൗർബല്യം തരല്ലേ അല്ലാ. എന്റെ ശരീരത്തിന് നീ വരദാനമായി തന്ന ആരോഗ്യത്തിന് ഒരു കേടും എന്റെ അവസാന നിമിഷം വരെ തരല്ലേ അല്ലാ. അതേപോലെ റബ്ബേ, എന്റെ ആത്മാവിന് ഭാവിയിൽ വരുന്ന ഏതെങ്കിലും പാപത്തിന്റെ പേരിൽ നീ പരാജയം വരുത്തരുതേ അല്ലാ. ആത്മാവിനും പരാജയത്തിന്റെ അനാരോഗ്യം നൽകരുതേ അല്ലാ. നാളെ ആഖിറത്തിലും ആ താമായ സൗഖ്യം ഈ റൂഹിന് തരണേ അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ സമുദായ മക്കളെ പഠിപ്പിച്ചത് അനഫ്സഹു ബിന്നുത്ഖി ബില്ലാഹ്. ലോതെന്ന അക്ഷരം കൊണ്ട് ലോകത്ത് വിപ്ലവം നടത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത വിഭാഗത്തിന്റെ ഏറ്റവും വലിയ വാഗ്മി ഞാനാണെന്ന് പഠിപ്പിച്ച, ഏറ്റവും വലിയ പ്രഭാഷകൻ ഞാനാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമാണ് ഇവിടെയൊക്കെ ഈ ദുആയിലൊക്കെ പഠിപ്പിക്കുന്നത്. നബി ഏറ്റവും കൂടുതൽ ചെയ്ത ദുആകളിൽ ഒന്നായത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ. ഞാൻ വീണ്ടും ആവർത്തിക്കേ, ഒന്ന് മനസ്സിൽ കയറാൻ. ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അപ്പൊ ദീനിലും പെട്ടു, ദുനിയാവിലും പെട്ടു, ആഖിറ. ചെയ്യേണ്ട പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് ദുആകൾ അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ,
മൂസ നബി അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളഹാനോട് ഒരിക്കൽ മുനാജാത്ത് നടത്തുമ്പോൾ റബ്ബിനോട് ചോദിച്ചു. അള്ളഹാനോട് എത്ര തവണ മുനാജാത്ത് നടത്തി? 1-2 തവണയല്ല, നമ്മൾ ഒരു തവണ അറിഞ്ഞോളൂ. അത് വെച്ചുകൊണ്ട് മൂസ നബി ഒരൊറ്റ തവണയാണ് മുനാജാത്ത് നടത്തിയെന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹുമായിട്ട് സംസാരിച്ചത് എത്ര തവണ പ്രിയപ്പെട്ടവർ? 70ഓളം തവണ അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തിയിട്ട് അള്ളാഹുടെ പരിശുദ്ധ കലാം കേട്ട് അനുഭവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകിയ മഹാൻ കലീമുല്ലാഹി മൂസ. കണ്ടില്ല, കണ്ടു. ആര്? ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയാണ് നബിയുടെ. അതിൽ തന്നെ അള്ളാഹുടെ പരിശുദ്ധ കലാം ആദ്യത്തെ ഒരൊറ്റ തവണ കേട്ട് കഴിഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാമിന്റെ ദുനിയാവിന്റെ സുഖം മുഴുവനും വെറുപ്പായി മാറി. ദുനിയാവിന്റെ ആസ്വാദ്യം മുഴുവനും മടുത്തുപോയി. ദുനിയാവിന്റെ അനുഭൂതി മുഴുവനും വെറുത്തുപോയി. അള്ളാഹുടെ കലാം പ്രിയപ്പെട്ടവരെ. അപ്പൊ റബ്ബിനെ കാണുമ്പോഴോ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നാളെ നൽകുമാറാകട്ടെ. ആ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പടച്ചോനെ, നീ ഞാനും ഞാൻ നീയുമായി മാറിയ ഒരു വലിയ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് പറയാം. നീ ഞാനുമായി, ഞാൻ നീയുമായി. അങ്ങനെ വന്നാൽ നീ എന്റെ അടിമവുമല്ലോ. കാരണം ഞാൻ റബ്ബാണ്, നീ അടിമയാണ്. ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കേ. മൂസ നബി, പ്രവാചകന്മാരും അള്ളയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ട്. അങ്ങനെ നീ ഞാനും ഞാൻ നീയുമായി മാറിയാൽ നീ എന്നോട് എന്തായിരിക്കും ചോദിക്കുക? അങ്ങനെ വന്നാൽ നീ എന്നോട് ചോദിക്കുന്നത് എന്താ? നീ അടിമയായി, ഞാൻ ഉടമയായി, ആ രീതിയിലാണെന്ന് സങ്കല്പിച്ചാൽ നീ എന്നോട് ഏറ്റവും അധികം ചോദിക്കുന്നത് എന്തായിരിക്കും? അതറിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നോട് ചോദിക്കാൻ. പറയേ. അപ്പോഴെന്താ മറുപടി പറഞ്ഞാന്നറിയോ? അല്ല പറഞ്ഞിടത്ത് സ്വർഗമല്ല ഞാൻ അപ്പ ചോദിക്കുക, പിന്നെയോ പണമല്ല ഞാൻ അപ്പ ചോദിക്കുക, അധികാരവും പ്രസിദ്ധിയും പ്രശസ്തിയും ഒന്നുമല്ല ഞാൻ ചോദിക്കുക. ഞാൻ അപ്പ ചോദിക്കുന്ന ചോദ്യം മൂസ നബിയെ ആരോഗ്യമായിരിക്കും, ആഫിയത്തായിരിക്കും. സയ്യിദുനാ കലീമുല്ലാഹി മൂസ. അവിടെയാണ് ആരോഗ്യം. ഫമാ ഊതിയ അഹദും ബഅദ യഖീൻ ഖൈറൻ മിൻ മുആഫാ. പുറക്കാട്ട പിതാവേ, അല്ലാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയുമോ? എന്റെ പുറക്കാട്ട ഉമ്മ, യജമാനനായ റബ്ബന്റെ ഉമ്മാക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയുമോ? ഈമാൻ. ആ ഈമാൻ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിനോളം വരൂല പണം, അതിനോളം വരൂല അധികാരം, അതിനോളം വരൂല സൗന്ദര്യം, അതിനോളം വരൂല മറ്റൊന്നും. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം വില കൊടുത്ത് വാങ്ങാൻ കഴിയുമെങ്കിൽ എത്രയോ രോഗികൾ അവരുടെ ഇട്ടുമൂടാൻ കണക്കില്ലാതെ കിടക്കുന്ന സ്വത്തുക്കളെ മാർക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആരോഗ്യത്തെ വിലക്ക് വാങ്ങുമായിരുന്നു. പണമൊക്കെ അതിന്റെ താഴെ നിൽക്കും. ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ പണം അനുഗ്രഹമായിട്ട് വരൂ. ആരോഗ്യമില്ലാത്തവന് എന്ത് പണോ, എന്ത് സൗന്ദര്യോ, എന്ത് പ്രസിദ്ധിയോ ഒന്നുമില്ലല്ലോ. അപ്പൊ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാ പ്രിയപ്പെട്ടവരെ. അവനാണോ കിട്ടിയത്? നമുക്കാണോ കിട്ടിയത്? ആർക്കായി കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, ഞാനല്ല പറയേണ്ടത്, അത് പറയേണ്ടത് അള്ളാഹു പറയണം. അള്ളാഹ് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുടെ മുത്തുനബിയുടെ ലോകമറിഞ്ഞ വിവരം പഴയ വേദഗ്രന്ഥങ്ങളിലൂടെ, മുൻ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു ഒരു 3 കാര്യങ്ങളെ ഞാൻ എൻ്റെ അടിമയ്ക്ക് കൊടുത്താൽ അവന് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമാക്കി കൊടുത്തു. ദുനിയാവിൽ അനുഗ്രഹമായിട്ട് എന്തൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ അവന് കിട്ടി. 3 കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ. ഇതാരാ പറയണത്? അല്ലാഹ് പറയട്ടെ. ഏതായി 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് പറയേ, ഇന്ന അബ്ദൻ അഗ്നൈതുഹു അൻ സലാസ്. ഒരു 3 കാര്യത്തെ തൊട്ട് ഞാൻ ഒരാൾക്ക് സ്വാശ്രയത്വം നൽകിയാൽ, ഒരു 3 കാര്യങ്ങളിൽ ഒരാൾക്ക് ഞാൻ നിരാശ്രയത്വം നൽകിയാൽ, ലഖദ് അത്മംതു അലൈഹി നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ അവന് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. 3 കാര്യങ്ങളിൽ നിരാശ്രയത്വം, സ്വാശ്രയത്വം ഞാൻ ഒരാൾക്ക് നൽകി. അവന് സ്വന്തം കാലിൽ നിൽക്കാം,
അങ്ങനെ ഒരു 3 കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് നൽകിയെങ്കിൽ അല്ലാ എന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ ദുനിയാവിൽ അവന് നൽകിയിരിക്കുന്നു. ഏതാണ് 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ? ഒന്ന്, അൻ സുൽത്താനി യഅതി വതബീബി യുദാവി വഅമ്മാ ഫീ യദി അഖീ. ഇത് 3 ഒരാൾക്ക് കിട്ടിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം അവിടെയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവൻ അവനാണ്. ഒന്നാമത്തെ സുൽത്താനി യഅതി, അവൻ ഒരു രാജാവിന്റെ മുമ്പിലും അധികാരിയുടെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ അവന് വരുത്തുന്നില്ല ജീവിതത്തിൽ. അത് ഏത് അധികാരിയാണെങ്കിലും, അത് മന്ത്രിയാകട്ടെ, അത് MP ആകട്ടെ, അത് MLA ആകട്ടെ, അത് വാർഡ് മെമ്പർ ആകട്ടെ, അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, അത് നിയമപാലകരാകട്ടെ, ആരുമാകട്ടെ, അത് ഗവൺമെന്റ് മറ്റുദ്യോഗാർത്ഥികളാകട്ടെ, അവരെ മുമ്പിൽ ചെന്ന് തലചൊറിയണ്ട. അത്തരത്തിലുള്ള ഓഫീസുകളുടെയും കെട്ടിട സ്ഥാപനങ്ങളുടെയും തിണ്ണകൾ കയറി നിരങ്ങേണ്ട ഒരു സാഹചര്യം ഒരാൾക്ക് ഞാൻ കൊടുക്കാതിരുന്നാൽ അൻ സുൽത്താനി യഅതി, ഒരു ഭരണാധികാരിയുടെ മുമ്പിലോ ഒരു അധികാരിയുടെ മുമ്പിലോ ഓച്ചാനിച്ച് തലകുനിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ എന്റെ അടിമയ്ക്ക് നിശ്ചയിച്ച് നൽകിയിട്ടില്ല എങ്കിൽ അവന് മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടറോട് അഭയം തേടേണ്ട ഒരു സാഹചര്യം ഒരുവന് ഞാൻ നൽകിയിട്ടില്ലെങ്കിൽ, മാസാമാസം ആശുപത്രിയിൽ പോകേണ്ട, ഡോക്ടറെ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം അവന് വരുത്തുന്നില്ല. അവനെ പരിശോധിക്കേണ്ടി വരുന്നില്ല. വളരെ അപൂർവമായിട്ടേ രോഗം വരുന്നുള്ളൂ. അത് തന്നെ ചില ടാബ്ലറ്റുകളിലൂടെ, ചില മരുന്നുകളിലൂടെ രോഗം മാറുന്നു. എല്ലാ ആഴ്ചയും മറുപറിയാതെ ഡോക്ടറെ കാണേണ്ട അവസ്ഥ വരുന്നില്ല. ഓരോ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. അവനെ എപ്പോഴും ചികിത്സിക്കുന്ന, അവനെ മരുന്ന് കൊടുക്കുന്ന, അവന്റെ രോഗവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചികിത്സിക്കേണ്ടി വരുന്ന ഒരു ഡോക്ടറെ സമീപിക്കേണ്ട അവസ്ഥ അവന് തീരെ വരുന്നില്ല. അവന്റെ സഹോദരന്റെ കയ്യിലിരിക്കുന്ന സ്വത്തിലേക്ക് ആവശ്യമാകുന്ന, അതിനെ ഓച്ചാനിച്ച് നിൽക്കുന്ന, അതിനു വേണ്ടി ആവശ്യപ്പെടുന്ന, യാചിക്കുന്ന ഒരവസ്ഥയോ ഞാൻ ഒരാൾക്ക് നൽകുന്നില്ല എങ്കിൽ, ഈ 3 അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ ഞാൻ അവന്റെ മേൽ എല്ലാ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും നിറച്ചു കൊടുത്തുവെന്ന് അവിടുന്ന് മനസ്സിലാക്കാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ജഗന്നിയന്താവായ അള്ളയാണ്. പ്രിയപ്പെട്ടവരെ, യജമാനന്റെ പ്രഖ്യാപനമാണ് ഉമ്മ. എന്നാലോചിച്ചോക്ക്, എപ്പോഴെങ്കിലും രോഗം വരുന്നതല്ലേ? കുറെ പിതാക്കളുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് എന്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല അല്ലെ. എത്ര ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയും? നമ്മളെ കാലം എത്തിയപ്പോ നമ്മൾ ഇനി അവരെയൊക്കെ പ്രായം എത്തുമ്പോ ഏത് അവസ്ഥയിലാണെന്നോലും അറിയാത്തവരാണ് അല്ലെ. ഇപ്പോഴും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ രോഗങ്ങൾ, ചിലപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അത് തന്നെ എത്രയോ വർഷമായി, പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോ, മിക്കവാറും ആളുകൾ മാസത്തിൽ 1 തവണയെങ്കിലും പോയി ലാബിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യേ, എനിക്ക് ഷുഗർ എത്ര, കൊളസ്ട്രോൾ എത്ര, പ്രഷർ എത്ര, അപ്പൊ പിന്നെ വേറെയും കുറെ ഇങ്ങനെ വരെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പിന്നെ നേരെ ഡോക്ടറുടെ മുമ്പിലെത്തി ആ വിവരങ്ങൾ നൽകി. എത്ര പൈസ നമ്മൾ പൊടിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അള്ള തന്ന പൈസ, ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാ? നമ്മൾ തന്നെയല്ലേ. നമ്മളെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മളെ ഭക്ഷണങ്ങളിലും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ആമാശയത്തിനും താങ്ങാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളിലും അത്തരത്തിലുള്ള പാനീയങ്ങളിലൂടെയും നമ്മൾ തന്നെയാണ് ഈ അകാല നരകളും അകാല രോഗങ്ങളും അകാല മരണങ്ങളടക്കം ക്ഷണിച്ചു വരുത്തുന്നത്. ഇല്ലെന്ന് പറയാമോ? മരണത്തിന് അല്ലാഹ് നിശ്ചയിച്ചൊരു സമയമുണ്ട്, അതിരിക്കട്ടെ. സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ അറിയാതെ പോകുന്നില്ലേ പലരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അനുഗ്രഹം അവന് പൂർത്തിയായി കിട്ടി എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ മുത്തനബി എത്ര വ്യക്തമാക്കി നമ്മെ പഠിപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഓതി വെച്ച ഹദീസ് പ്രിയപ്പെട്ടവർ, 3 കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കിൽ അല്ലാഹുവിന്റെ മുത്തനബി, അധികവും മുത്തനബിയുടെ വാക്കുകൾ ഇങ്ങനെ, ഇതുപോലെ ഒരാൾക്ക് പറയാൻ കഴിയില്ല. ആ വാക്കുകളെ കടമെടുത്തിട്ടും ആ വാക്കുകളെ വിശദീകരിച്ചിട്ടും നമുക്ക് പറയാനേ പറ്റും. അല്ലാഹുവിന്റെ മുത്തനബിയുടെ വാക്കുകളൊക്കെ ചെറിയ വാക്കുകൾ, ആ ചെറിയ വാക്കിലൂടെ വലിയ ആശയം.
അല്ലെ ജവാമിഉൽ കലിം നൽകപ്പെട്ട പ്രവാചകൻ. തവാഫ് ചെയ്യുമ്പോൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. ഏത് ദുആ അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിച്ചത്? ഹജറുൽ അസ്വദിന്റെ ഓരത്തൂടെ പോകുമ്പോൾ ചെയ്യാൻ പഠിപ്പിച്ച ദുആ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതെന്നിങ്ങനെ ആവർത്തിച്ച് പോകാൻ അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിച്ചു. കാരണം ആ ഒരൊറ്റ ആയത്തിലൂടെ എല്ലാം അതിനകത്ത് ദുനിയാവിലും ഹസനത്ത്, ആഖിറത്തിലും ഹസനത്ത്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാത്തിലും ആ ഒരൊറ്റ പ്രാർത്ഥന വന്നുവെങ്കിൽ അതേപോലെ പഠിപ്പിച്ച അല്ലാഹുവിന്റെ മുത്തനബി പറയേ, ദുനിയാവ് മുഴുവനും കിട്ടണമെങ്കിൽ ഒരു 3 കാര്യം കിട്ടിയാൽ മതി. 3 കാര്യം ഒരാൾക്ക് കിട്ടിയാ അവനെല്ലാം കിട്ടും. അല്ല പണം ഉണ്ടായതുകൊണ്ട് ദുനിയാവായി എന്ന് പറയാൻ പറ്റില്ല. അധികാരം ഉള്ളത് കൊണ്ട് പിന്നെ ദുനിയാവ് മുഴുവനും കിട്ടിയെന്ന് പറയാൻ പറ്റൂല. ഒന്നും അങ്ങനെ പറ്റൂല. പക്ഷെ ഇത് കിട്ടിയവന് ദുനിയാവ്, ഈ 3 കാര്യങ്ങൾ കിട്ടിയവന് ദുനിയാവ്. അള്ളാഹു അത് 3 നമുക്ക് നൽകുമാറാകട്ടെ. ഈ 3 കിട്ടിയവന് ദുനിയാവ് മുഴുവനും കിട്ടിയെന്ന് അള്ളാഹുടെ മുത്തനബി പറയാം. ഏതായി 3 പ്രിയപ്പെട്ടത്? ദുനിയാവ് ഒരു വലിയ വിഷയം തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ടത്. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ലേ. അതൊക്കെ മനസ്സിലാക്കണം. ഇത് ഈ കിടക്കുന്ന മഹാനൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കായിരുന്നു ദുനിയാവിൽ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പണം, അതാണ് ദുനിയാവെങ്കിൽ. അതുപോലുള്ള സംഗതികളാണ് ദുനിയാവെങ്കിൽ അവരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി, ഞാൻ അവരുടെ ചിന്താഗതി ഇതിന്റെ ഇടയിൽ ഒന്ന് പറക്കത്തിന് വേണ്ടി കൊണ്ടുവരും, എന്നിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുക. ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി കേൾക്കാത്തവരുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളെ മദ്രസകളിലൊക്കെ ആ മഹാന്റെ ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നബി കുടുംബത്തിൽ ഒരു സയ്യിദാണ്. നമ്മളെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഒരു സയ്യിദ്, ഒരു തങ്ങളിപ്പ് ഇരിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ സുഹബത്ത് കൊണ്ട് നമ്മളെ നന്നാക്കുമാറാകണം. ഇവരൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആ നോട്ടം ഇവിടെ വരൂലേ, മുത്തനബിയുടെ നോട്ടം. അള്ളാഹുടെ മുത്തനബിയെ സ്വപ്നത്തിലൊക്കെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇവരുടെയൊക്കെ വല്യപ്പയാണ് ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി. ഇറാഖിലാണ്. ആ മഹാന്റെ ഓരത്തൊക്കെ അള്ളാഹുടെ തൗഫീഖ് കണ്ട് ഇവനും പോയിരുന്നു. അവരെ സിയാറത്ത് ചെയ്യാനും അവരെ ഓരത്തെത്താനൊക്കെ അള്ളാഹു തൗഫീഖ് തന്നിരുന്നു. അവര് ഭരണാധികാരിയാണ്. ഇറാഖിന്റെ ഭരണാധികാരിയല്ല, ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയാണ് ഈ ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി. അദ്ദേഹത്തിന് ഒരു മോഹം, ഹജ്ജിന് പോണം. എവിടെ? ഇറാഖിൽ നിന്ന് ഹജ്ജിന് പോണം, മക്കയിലെത്തണം. അതെങ്ങനെ പോണം? ഹാറൂൺ റഷീദ്, അതുപോലെ നല്ല പറയാൻ പറ്റൂല. ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിക്ക് അക്കാലഘട്ടത്തിൽ ഒരു മോഹം, നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യണം. രാജാവാ. അങ്ങനെ ഉടനെ പട്ടാളക്കാരോട് വിവരം പറഞ്ഞു തീർന്ന് തീയതി നിശ്ചയിക്കപ്പെട്ടതോടുകൂടി രാജാവാണ്. അത് ഏത് രാജാവാ? ചെറിയ ആളല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, എന്നാ തന്നെ VVIP. ഇത് അതുമല്ല, ലോകത്തിന്റെ ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ്. അപ്പൊ അദ്ദേഹം നടക്കുമ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പച്ച പരവതാനി, നടത്തോക്ക് അങ്ങനെ ആവണ്ടേ, ഇറാഖ് മുതൽ മക്ക വരെ പച്ച പരവതാനി വിരിച്ചു. എന്നിട്ട് അതിലൂടെ നടക്കേണ്ടത്. അങ്ങനെ വിരിച്ചിട്ട് മഹാനരും പരിവാരങ്ങളും ചുറ്റും പട്ടാളം. ആ പട്ടാളത്തിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു മണൽ പൊടിക്ക് പോലും ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും പറ്റില്ല എന്ന് അലങ്കാരമായി പറയാൻ പറ്റുന്ന തരത്തിൽ സർവായുധ വിഭൂഷിതയോടെ ചാരക്കണ്ണുകളും കടുക കണ്ണുകളും വിശ്രമിക്കാതെ അശ്രാന്തമായി പരതിക്കൊണ്ട് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന മഹാരാജാവ് ഹാറൂൺ റഷീദ്. വലിയ സയ്യിദാണ് അദ്ദേഹം. നല്ല ഭക്തിയുള്ള നല്ല മഹാൻ. അദ്ദേഹത്തിന്റെ മുമ്പിലെത്തുന്ന വലിയ പണ്ഡിതന്മാരെ കൊണ്ട് വാല് പറയാൻ അവർ വാല് പറയുകയും ചെയ്യുമ്പോൾ പൊട്ടി നിലവിളിക്കുന്ന മഹാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ചുറ്റും ഈ പട്ടാളക്കാരുണ്ട്. അവരിടയിലൂടെ ഇങ്ങനെ ആളിങ്ങനെ നടക്കെ. ലക്ഷ്യം മുഴുവനും കഅബയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ ഓരത്തെത്തിയിട്ട് ആ കഅബയുടെ യജമാനനായ റബ്ബിനോടൊന്ന് പൊട്ടി വീഴണം. തന്റെ ദുഃഖങ്ങൾ അവനോട് പറയണം. തന്റെ മനസ്സ് മുഴുവനും റബ്ബിലേക്ക് ലയിക്കണം. തന്റെ പാപക്കറകൾ മുഴുവനും കഴുകിയൊഴുക്കണം. എല്ലാ കുറ്റസമ്മതവും നടത്തണം. അവിടെ നിന്ന് നല്ലൊരു മനസ്സോടുകൂടി മടങ്ങണമെന്ന് ഏതൊരു ഹാജിയുടെ ചിന്ത പോലെ മഹാനായ ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി സഞ്ചരിക്കുന്നു. തന്റെ മനസ്സ് മുഴുവനും അല്ലാഹയാണ്. തന്റെ മനസ്സിലിപ്പോ അധികാരമില്ല, തന്റെ മനസ്സിലിപ്പോ ആഡംബരമില്ല, തന്റെ മനസ്സിലിപ്പോ സുഖ സൗകര്യങ്ങളില്ല, തന്റെ മുമ്പിൽ വില കൂടിയ വാഹനങ്ങളില്ല, തന്റെ മുമ്പിൽ ഇപ്പൊ ആഡംബര വസ്ത്രങ്ങളില്ല, തന്റെ മനസ്സിലിപ്പോ കുടുംബമോ ഭാര്യയോ ഇല്ല. അല്ലാഹുവിന്റെ ചിന്തയിലേക്കുള്ള യാത്ര പ്രിയപ്പെട്ടവരെ, ഭക്തിയിൽ യാത്രയാണ് യാത്ര. ഇങ്ങനെ യാത്ര നടന്ന് കുറെ കഴിഞ്ഞപ്പോ ആള് ക്ഷീണിച്ചു, തളർന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോവുക? ഇനി ഒന്നിരിക്കണം.
ഇനി ഒന്നിരിക്കണം. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ മയിൽക്കുറ്റി കണ്ടു. അന്നത്തെ അടയാളം വെക്കുന്ന മയിൽക്കുറ്റി ഉണ്ടല്ലോ, ഈ മയിൽക്കുറ്റി കണ്ടിട്ട് ഈ മയിൽക്കുറ്റിയിലേക്ക് ചെന്ന് ഒരു ഇച്ചിരി നേരെ രാജാവിരിക്കെ മഹാരാജാവ് പക്ഷെ നടത്തം ലക്ഷ്യമായതുകൊണ്ട് സിംഹാസനമൊന്നും കയ്യിലില്ല. നേരെ വന്നിട്ട് ഈ മയിൽക്കുറ്റിയിൽ ഇരിക്കുമ്പോൾ ചുറ്റുവട്ടം പട്ടാളം, ചുറ്റും പട്ടാളം ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോ ഈ മയിൽക്കുറ്റിയിൽ വന്നിട്ട് ഒരു ഇച്ചിരി നേരം മഹാനൊരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൊരു ഇച്ചിരി നേരം കഴിയുമ്പോ ഒരു പെട്ടെന്നൊരു ബഹളം. ഈ ബഹളം സൈന്യം പോലും ചിന്തിച്ചില്ല. നോക്കുമ്പോ മുമ്പിൽ ഒരാൾ വന്നു. ഈ പറയപ്പെട്ട സൈന്യത്തിന്റെ ഒക്കെ കണ്ണു വെട്ടിച്ച് ഇടിച്ചു പൊളിച്ച് നേരെ അകത്തേക്ക് കയറി രാജാവിന്റെ മുമ്പിൽ നെഞ്ച് നിവർത്തി പിടിച്ചു നിൽക്കെ. ഈ രാജാവിന്റെ ഈ പട്ടാളക്കാരെ ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടാവില്ല. കാരണം ഇസ്ലാമിക ലോകത്തിന്റെ അമീർ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കെ ഒരാള് കണ്ടാൽ ഒരു ഭ്രാന്തൻ, മുടിയൊക്കെ വളർത്തി ജടകെട്ടിയ വലിയ താടിയൊക്കെ ആയിട്ട് ഒരു കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച തനി ഫക്കീർ, പച്ച ഫക്കീർ, അദ്ദേഹം വന്നിട്ട് മുമ്പിൽ നിൽക്കെ. ശരീരമൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. മണലിന്റെ പൊടി പിടിച്ചിരിക്കുന്ന ശരീരത്തോടെ, കുഴിഞ്ഞുപോയ കണ്ണുകളോടെ, എല്ലുന്തിപ്പോയ കവിൾത്തടത്തിലൂടെ, രോമങ്ങളിലൂടെ, ശരീരങ്ങളിലൂടെ മെലിഞ്ഞുപോയ അടിവ വന്ന് നിൽക്കുന്ന ഹാറൂൺ റഷീദ് എന്ന രാജാവിന്റെ മുമ്പിലേക്ക് വന്ന് നിന്നുടനെ പട്ടാളക്കാർ അന്തം വിട്ടു. അവരുടനെ കടന്നു പിടിച്ചു. ആര് നിൽക്കാൻ പറഞ്ഞു? ആരുടെ മുമ്പിലാ? രാജാവിന്റെ മുമ്പിൽ. കൈ തട്ടിക്കളഞ്ഞു. വിടടാ എന്റെ കൈ, തുടരുത് എന്റെ കൈ. അതൊക്കെ ഭയം വരല്ലേ? അതിനുടനെ കൈവിട്ടു. ഉടനെ ഖലീഫ പറഞ്ഞു കൈവിട്ടേക്ക്, അയാളെ കൈവിട്ടേക്ക്, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. കൈവിടാൻ പറഞ്ഞു. കൈവിട്ടു. ഉടനെ ഹാറൂൺ റഷീദ് എന്ന ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ സൈന്യങ്ങൾ നോക്കി നിൽക്കെ നെഞ്ചു വിരിച്ചുകൊണ്ട് നട്ടെല്ല് നിവർത്തിയിട്ട് അന്നുവരെ അങ്ങനെ ഒരു ധൈര്യമുള്ള മനുഷ്യനെ ഖലീഫ കണ്ടിട്ടില്ല. നേരെ ആ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞതാ, ഹബിദ്ദുന്യാ തുവാതീക അലൈസൽ മൗതു യക്ഫീക യതീക ഫമാ തസ്നഉ ബിദ്ദുന്യാ വലിൽ മീലി യക്ഫീക അലാ യാ താലിബദ്ദുന്യാ ദഇദ്ദുന്യാ ലിസാനിക كما أضحكك الدهر كذاك الدهر يبكيك. ഇത് പറഞ്ഞു തീർന്ന ഉടനെ ഖലീഫയുടെ കണ്ണ് നിറയുന്നു, തന്റെ ചുണ്ടുകൾ വിതുമ്പുന്നു, തന്റെ തേങ്ങലുകൾ അനിയന്ത്രിതമാകുന്നു. ഒരു വലിയ ശബ്ദത്തോടുകൂടി ബോധമറ്റ് വീഴുന്നു. ഏകദേശം ഒരു പകല് തീരുന്ന ദൈർഘ്യം വരെ അതേ നിശ്ചലം കിടന്നുപോയ സഹോദരാ, കിടന്നുപോയേ ഉമ്മ. എന്തേ ഈ വാക്ക് പ്രിയപ്പെട്ടവരെ? രാജാവേ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങളെ കയ്യിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഈ ദുനിയാവ് മുഴുവനും നിങ്ങളെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു തന്നിരിക്കുന്നു സ്ഥിരമായിട്ടെന്ന് എന്ന് നിങ്ങൾ കരുതുന്നോ? രാജാവേ, അലൈസൽ മൗതു യതീക, നിങ്ങളെ മുമ്പിൽ ഒരു മരണം വരുമെന്ന നിശ്ചയം നിങ്ങൾക്കില്ലേ? മരിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കില്ലേ? ഒരു മരണത്തിന്റെ പിടികളിൽ നിന്റെ കൊരവള്ളികൾ അവസാനിച്ചു പോകുമെന്ന്, നിങ്ങളെ നെഞ്ചിന്റെ പിടച്ചിൽ അവസാനിച്ചു പോകുമെന്ന ഒരു ബോധം രാജാവേ നിങ്ങളെ ഇതുവരെ തൊട്ടിട്ടില്ലേ? ഈ മരണം വന്ന് പിടിച്ച് നിങ്ങൾ മരിച്ചു പോയാൽ പിന്നെ ഈ കിട്ടിയ അധികാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ ഈ പണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ ഈ ദുനിയാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ആരോഗ്യത്തോടെ ആഡംബരത്തിന്റെ പർദീസയിൽ ജീവിച്ച രാജാവേ, ഈ വിശാലമായ ദുനിയാവുണ്ടായിട്ട് പോലും നിങ്ങളെ ശരീരത്തിന്റെ ക്ഷീണം തീർക്കാ നിങ്ങൾക്കാകെ വേണ്ടി വന്നത് ഈ ദുനിയാവിന്റെ വിശാലാംശങ്ങളിൽ നിന്ന് ഈ ഒരു മയിൽക്കുറ്റിയുടെ കണ്ടം മാത്രമല്ലേ? ഈ ഒരു പാറയുടെ കണ്ടം മാത്രമല്ലേ? ഈ കല്ലിന്റെ കണ്ടം മാത്രമല്ലേ? ഈ കണ്ടം തന്നെയാണ് ഈ പാവപ്പെട്ട ഫക്കീറും വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതേപോലത്തെ മയിൽക്കുറ്റി തന്നെയാണ് ഈ പാവപ്പെട്ട ഫക്കീറിന്റെ ക്ഷീണം മാറാനും ഉപയോഗിക്കുന്നത്. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ ലോകത്തിന്റെ അധികാരമില്ല, ഈ രാജ്യത്തിന്റെ അധികാരമില്ല, പണമില്ല, ആൾബലമില്ല,
ആയുധമില്ല, സൈന്യമില്ല, എന്നിട്ടും ഞാൻ എന്റെ ക്ഷീണം തീർക്കാൻ ഉപയോഗിക്കുന്ന മിൽക്കുറ്റി ഇത് തന്നെയാണ്. ഇത്രയേറെ അധികാരമുണ്ടായിട്ട് പോലും രാജാവേ നിങ്ങളും നിങ്ങളെ ക്ഷീണം തീർക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ദുനിയാവ് നിങ്ങൾക്ക് നിങ്ങളെ ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തുകൂടെ? എന്തിനാണ് ഈ ദുനിയാവിന്റെ പിന്നാലെ പായുന്നത്? അല്ല, ദുനിയാവ് തേടുന്ന മനുഷ്യ, ഒരു രാജാവിനോടാണ് പറയുന്നതെന്നോർക്കുക. വെറും ഐഹിക സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ, എന്തിനാണടാ ദുനിയാവിന്റെ പിന്നാലെ? അത് വലിച്ചെറിയ്, അത് തീരെഴുതി കൊടുക്ക്. ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ വേണ്ടെന്ന് വെക്ക്. അത് നിന്നോട് അസൂയയുള്ള, നിന്നോട് ശത്രുതയുള്ളവർക്ക് നീ വലിച്ചെറിഞ്ഞു കൊടുക്ക്. കാരണം എന്തെന്നറിയുമോ? ഇപ്പൊ നീ വല്ലാതെ ചിരിക്കുന്നുണ്ട്. അധികാരം നിന്റെ കയ്യിലാണ്, ആൾബലം നിന്റെ കയ്യിലാണ്. നിന്റെ വലത് കയ്യിന്റെ ചൂണ്ടുവിരൽ ഒന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനക്കുമ്പോ അതിന്റെ ആശയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ചാവേറുകളാകാൻ വേണ്ടിയിട്ട് എണ്ണമറ്റ പട്ടാളക്കാർ ഉണ്ടെന്നുള്ള അനുഭൂതിയാണ് നിനക്ക്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നീ ചിരിക്കുകയാണ്. പക്ഷേ ഈ ചിരിക്കുന്ന ദുനിയാവ് നിന്നെ കരയിപ്പിക്കും തീർച്ചയാണ്. ഈ ചിരിക്ക് പകരം നീ കരയേണ്ടി വരും രാജാവേ. ഈ ചിരിക്കുന്നത് എത്രയാണോ, എത്ര സുഖമാണോ അനുഭവിക്കുന്നത്, അതിനു പകരം ദുഃഖിക്കേണ്ടി വരും രാജാവേ. ഈ ദുനിയാവ് എങ്ങനെയാണ്? ഇന്ന് ചിരിപ്പിക്കുന്നവന് നാളെ കരയിപ്പിക്കുന്നത് ദുനിയാവാ. 10 വർഷം ചിരിച്ചവന് 10 വർഷം കരയിപ്പിക്കുന്നത് ദുനിയാവാ. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ സുഖത്തിൽ നീ ആർത്തിപ്പെടണ്ട, നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഈ രാജാവ് വിതുമ്പി പൊട്ടുന്നു. ഒരു വലിയ അട്ടഹാസത്തോടെ ബോധമറ്റ് വീഴുന്നു. പ്രിയപ്പെട്ടവര്, ആരാണ് ഈ വലിയ മഹാനെന്നറിയുമോ? ഇതാണ് സുഅദൂറുൽ മജ്നൂൻ എന്ന ഇറാഖികളുടെ ആത്മീയ ലോകത്ത് വലിയ സൂര്യ തേജസ്സായി അറിയപ്പെടുന്ന മഹത്തുക്കൾ ഒരാളായ മഹാനായ സുഅദൂറുൽ മജ്നൂൻ. അതാ മജ്നൂൻ, സഅദൂറുൽ മജ്നൂൻ. അപ്പൊ ദുനിയാവ് ഇത്രയല്ലോ. നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. ഞാൻ സന്ദർഭോചിതമായി ദുനിയാവ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞെന്നല്ല എന്ന് വിചാരിച്ച് കിട്ടിയതൊക്കെ വലിച്ചെറിയണമെന്നും അല്ല ഈ പറയണത്. പക്ഷെ അതൊക്കെ ആഖിറത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ മുത്തുനബി ഈ ദുനിയാവിനെ ഇത്തരത്തിൽ പഠിപ്പിച്ച അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു 3 കാര്യങ്ങളെ ഒരാൾക്ക് കിട്ടിയ, നമ്മൾ അവിടെ നിന്നാ മാറിപ്പോയത് കേട്ടോ, വിഷയത്തിൽ നിന്ന് പോണ്ട. 3 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയ ദുനിയാവ് മുഴുവനും അവന് കിട്ടും. ഏതാ ഈ 3 കാര്യം പ്രിയപ്പെട്ട? ഈ 3 കാര്യം കിട്ടിയിട്ടും അവന്റെ ദുനിയവിയായ സങ്കടവും ദുഃഖവും ടെൻഷനും മാറുന്നില്ലെങ്കിൽ പിന്നെ ആ ദുഃഖം മാറൂലെന്നാണ്. ആഖിറത്തിന്റെ ദുഃഖം വേണം. മരിക്കുമല്ലോ, ഖബറിലല്ലേ, മഹ്ശറയിൽ വരുമല്ലോ, അല്ലാഹുവിന്റെ ഹിസാബ്, നരകം. ആ ദുഃഖം എന്തായാലും ഒരു മുഅ്മിനിന് വേണ്ടതാണ്. ഈമാനുള്ള മനസ്സിന് അത് തിളയ്ക്കും. ഇതല്ല, ദുനിയാവിൽ ഈ 3 ഒരാൾക്ക് കിട്ടിയിട്ടും അവന്റെ മനസ്സിനകത്ത് വീണ്ടും ദുഃഖമാണെങ്കിൽ ആ ദുഃഖം മാറൂല എന്നാണ്. അതവന്റെ ശരീരത്തെ നശിപ്പിക്കാനും അവന്റെ ഹാർട്ടിനെ നശിപ്പിക്കാനും അവൻ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന ദുഃഖമാണ്. അപ്പൊ അത് നമുക്ക് ഉണ്ടാകാനും പാടില്ല. മനസ്സിനെ അതിൽ നിന്നൊക്കെ മാറ്റിയിടണം എന്റെ പ്രിയപ്പെട്ടവരെ. ഏതാതെ മന്നസ്ബഹ ആമിനം ഫീ സർബി മുആഫൻ ഫീ ബദനി ഇൻദഹു ഖൂതു യൗമി. 3 വളരെ ചുരുങ്ങിയ നബി തങ്ങൾ പറയാ. ഇതേ 3 നമുക്ക് 2 ദിവസം വാദം പറയാം അല്ലേ? ഈ 3 ഒരാൾക്ക് കിട്ടിയാൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. ദുനിയാവ് മുഴുവനും കിട്ടിയവൻ അവനാണ്. ദുനിയാവ് വാരി വലിച്ച് റബ്ബ് നൽകിയത് അവനാണെന്ന് അബൂ റബിയല്ല പ്രിയപ്പെട്ടവരെ, കള്ളം പറയാത്ത നാവിന്റെ ഉടമ സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി.
ഏതാ മൂന്നെണ്ണം? മൻ അസ്ബഹ ആമിനം ഫീ സർബി. ശ്രദ്ധിച്ച് കേട്ടോ, ഒരാള് നേരം പുലർന്ന് എഴുന്നേറ്റു. ആ നേരം പുലർന്ന് എഴുന്നേക്കുമ്പോ ആമിനം ഫീ സർബി, അന്നവന്റെ മനസ്സിനകത്ത് നിർഭയത്വമാണ്. ഇന്ന് ഞാൻ എന്റെ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ശത്രുക്കളില്ല. ഇന്ന് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ആശങ്കയില്ല, ഭയമില്ല, പേടിയില്ല. എനിക്ക് അസൂയാലുക്കളുടെ സെറില്ല, എനിക്ക് ശത്രുക്കളുടെ ഉപദ്രവം വരില്ല, എനിക്ക് വേണ്ടി പതിയിരിക്കുന്ന അപകടങ്ങൾ ഇന്ന് എനിക്കില്ല. എന്റെ ജോലി സ്ഥലത്ത് എന്റെ കർമ്മലക്ഷ്യത്തിലേക്ക് പോകുമ്പോ ഇവിടെ എന്നും എനിക്ക് അത്തരത്തിലുള്ള ആരെയും പേടിക്കാനില്ല. ഇങ്ങനെയാണ് ഒരാൾക്ക് രാവിലെ എഴുന്നേക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുന്നതെങ്കിൽ. അങ്ങനെയാണോ എണീച്ചത്? അങ്ങനെയാണോ എണീച്ചത്? ഞാനങ്ങനെ എണീച്ചു. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കാറുണ്ട്. കാരണം ഒരാളെ പേടിച്ചിട്ടോ, ഒരാൾ എന്നെ ഇങ്ങനെ തകർക്കുമെന്നോ, അങ്ങനെ നശിപ്പിക്കുമെന്നോ, ഇന്ന രീതിയിൽ എനിക്ക് പണിയുമെന്നോ, അങ്ങനെ സീർ ചെയ്യുമെന്നോ, ഇങ്ങനെയൊന്നും ഒരു പേടിയില്ലാതെ എന്നെ വിശ്വസിച്ചു. അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഇതൊരാൾക്ക് കിട്ടിയാൽ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആവും, അല്ലേ? മിക്കവാറും ആളുകൾ അങ്ങനെ ഉണ്ടാവും. എഴുന്നേക്കുക ഇരിക്കട്ടെ. രണ്ട്, രാവിലെ എഴുന്നേക്കുമ്പോ ശരീരത്തിന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങളില്ല. ഇന്ന് തലവേദനയാണ്, എനിക്ക് പ്രഷറാണെന്ന് തോന്നുന്നു, മകനെ വിളിക്ക്, പറയേണ്ട അവസ്ഥ വരുന്നില്ല. രാവിലെ എഴുന്നേക്കുമ്പോ എന്റെ മനസ്സിന്, എന്റെ വയറിന്റെ ഉള്ളറയിൽ നിന്ന് വല്ലാത്ത വേദന പോലെ, ഛർദിക്കാൻ മുട്ടുന്നത് പോലെ, മകനെ വിളിക്ക്, ഹോസ്പിറ്റലിൽ പോകണം, പറയാൻ വരുന്നില്ല. രാവിലെ എഴുന്നേക്കുമ്പോ നിന്റെ കാലിന് വേദന, നിസ്കരിക്കാൻ വയ്യ. നിന്റെ നടുവിന് വേദന, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ വയ്യ. ഇന്നെന്റെ കണ്ണിന് വല്ലാത്ത വേദന, ഇന്നെന്റെ ചെകിടിന്റെ വേദന. എത്രയോ ആളുകൾ പറയുമ്പോ, എന്റെ സഹോദരാ, രാവിലെ എഴുന്നേക്കുന്ന നേരത്ത് തഹജ്ജുദിനാകട്ടെ, അതല്ലെങ്കിൽ സുബ്ഹിക്ക് വേണ്ടിയിട്ടാകട്ടെ, എഴുന്നേക്കുന്ന നേരത്ത് മുആഫൻ ഫീ ബദനിഹി, നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. എഴുന്നേറ്റത്. അപ്പൊ ഒന്ന്, നിർഭയത്വം, ആശങ്കയില്ല, പേടിയില്ല. രണ്ട്, നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റു. മൂന്നാമത്തത്, അന്നത്തെ ദിവസം തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണത്തിന്റെ വക അല്ലാഹ് തനിക്ക് തന്നിട്ടുണ്ട്. നാളത്തെ കാര്യം നാളെ മരിച്ചുപോയാലോ? അപ്പൊ അതല്ല, ഇന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇന്നെന്റെ മക്കൾക്ക് ഞാൻ എങ്ങനാ ഭക്ഷണം കൊടുക്കുന്നത് പേടിയില്ല. ഇന്നെന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്താ ഭക്ഷണം കൊടുക്കുന്നത് പേടിയില്ല. ഇന്നെന്റെ വയസ്സായ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഞാൻ അവർക്ക് എന്ത് ഭക്ഷണമാ കൊടുക്കുക, എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയില്ല. അന്നത്തെ ദിവസത്തെ ഭക്ഷണം അവനും അവന്റെ ആശ്രിതർക്കും വേണ്ടത് അല്ലാഹു അവന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെ വേണമെന്നില്ല. ഇനി ഇന്ന് അതിന്റെ പൈസ തന്നെ വേണമെന്നില്ല. ഇന്ന് ജോലി എടുത്തിട്ടുണ്ടായാലും മതി, അല്ലെങ്കിൽ മാസ ശമ്പളം കൃത്യമായിട്ട് കിട്ടുമ്പോ ഒക്കെ ആവും. അതിന് വേണ്ടതൊക്കെ റബ്ബ് തന്നിട്ടുണ്ട്, അങ്ങനെ മതി. ഇല്ലാത്തരുണ്ടോ? ഇല്ല. ഈ മൂന്ന് സംഗതി ഒരാൾക്ക് കിട്ടിയാ, ഒന്ന്, രാവിലെ എഴുന്നേക്കുമ്പോൾ നിർഭയത്തോടെ, ഒന്നിനെ കുറിച്ചും ഒരു ശത്രുവിനെ കുറിച്ചും പേടിയില്ല. മൃഗമാകട്ടെ, മനുഷ്യരാകട്ടെ, ഏത് തരത്തിലായാലും വഴിമുടക്കുന്നവരോ ജോലി മുടക്കുന്നവരോ അങ്ങനെ ഒരു പേടിയില്ല. രണ്ട്, നല്ല ആരോഗ്യത്തോടെ എഴുന്നേക്കുന്നു. എനിക്ക് എന്തെങ്കിലും തരണം എന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ, അതുമില്ല. അന്നത്തെ ഭക്ഷണം അല്ലാഹു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീയാട് മുതലാളി സഹോദരാ, എന്റെ പുറക്കാട്ട ഉമ്മ, ഈ അനുഗ്രഹം അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പുറക്കാട്ട സമ്പന്ന നീയാണുമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ മൂന്ന് അനുഗ്രഹം നീ നേരം വെളുത്തെഴുന്നേക്കുമ്പോ നിനക്ക് നിന്റെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ സമ്പന്നൻ നീയാണ്, ഇവിടത്തെ മുതലാളി നീയാണ്. ഇത് അബൂ റബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്തുനബി ആ ശരീരങ്ങളിൽ അല്ലാഹു വരദാനമായി തന്ന ആരോഗ്യത്തെ എല്ലാ രീതിയിലും പരിപാലിക്കണമെന്ന്, സംരക്ഷിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ജീവിതം കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുത്തുനബിയുടെ വാക്ക. ഈ മൂന്ന് സംഗതികൾ ഓരോ ദിവസം എഴുന്നേക്കുമ്പോഴും അല്ലാഹു ഓരോ അടിമയ്ക്കും നൽകുന്നുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവനും വലിച്ചു കൂട്ടിയവനെ പോലെയാണ് അവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇതാണ് ആരോഗ്യം. ഇത് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഇത് അല്ലാഹു വരദാനമായി നമുക്ക് തരുമ്പോൾ ഇത് നശിപ്പിക്കും. ഇത് നശിക്കും എപ്പോഴാ? നമ്മൾ അത് താങ്ങാത്ത രീതിയിലാണ്. വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നില്ലേ,
മിതഭോഗവും മിതഭക്ഷണവും ആരോഗ്യം നിലനിർത്താനുള്ള അവരുടെ നല്ലൊരു ആശയമാണത്. ഇതൊക്കെ ഇസ്ലാം എത്ര മുമ്പേ പഠിപ്പിച്ചു. മിതഭോഗവും മിതഭക്ഷണവും, ഇത് രണ്ടും മിതത്തോന് അപ്പുറത്തെത്തിയാൽ രോഗിയായി പോയി, ആള് വീണുപോയി. അതന്നെ വേണ്ടല്ലോ, അവള് ജോലി എടുക്കുന്നവരൊക്കെ കൊടുക്കുക. കർഷകരുടെ കാലമൊക്കെ കഴിയും. ഇപ്പൊ പുതിയ തലമുറ കൃഷി ചെയ്യണ തന്നെ ഒരു പ്രത്യേക രീതിയില്ല. അപ്പൊ അതിന് വിയർപ്പ് വേണ്ട, അധ്വാനം വേണ്ട, ഒന്നും വേണ്ട. ഈ അധ്വാനിക്കാത്ത നമ്മൾ ഈ മിതഭക്ഷണത്തിനപ്പുറം ഈ വലിച്ചു വാരി തിന്ന് അത് എവിടെ നിന്നൊക്കെയുള്ള ഏതൊക്കെ ഭക്ഷണം നമ്മൾ ആമാശയത്തിന് ദഹിക്കൂലേ നമ്മൾ കണക്കാക്കാറുണ്ടോ? ഈ വെള്ളം പാനീയം ഈ ഇതിനോട് ചേർത്ത് കുടിക്കാൻ പറ്റും. ഇസ്ലാം അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിക്കണം. മധുര ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ആകട്ടെ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ധാന്യ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഏത് കഴിക്കണം? നമുക്ക് എത്ര പേർക്കറിയാം? പറയണ എനിക്കറിയാം, കേൾക്കുന്ന നിങ്ങൾക്കറിയാം. ഇനി അറിഞ്ഞാൽ തന്നെ ഈ ഭക്ഷണമൊക്കെ ഒരു കല്യാണ ഹാളിൽ ചെന്ന് നമ്മളെ മുമ്പിലെത്തിയാൽ നമ്മൾ ആ തർത്തീബ് അനുസരിച്ച് നിൽക്കും. കിട്ടണൊക്കെ വലിച്ചു വാരി തിന്നിട്ട് എത്ര നിരക്കാൻ പറ്റും അത്രയും നിരച്ച് വെളിയിലിറങ്ങും. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ എവിടെ? നിസ്കാരത്തില് മാത്രം മതിയോ? സുന്നത്ത് നിസ്കാരത്തിലോ, വഅദ് കേൾക്കാൻ വരുമ്പോഴോ, വീട്ടിലിരുന്ന് തസ്ബീഹമാല മറിക്കുമ്പോഴോ, ഉറങ്ങാൻ നേരത്ത് ചെല്ലുന്ന വിറുതുകളും ഉണരാൻ നേരത്ത് ചെല്ലുന്ന വിറുതുകളും മാത്രം മതിയോ? അല്ലാഹുവിന്റെ മുത്തുനബിയെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും ജീവിത ശൈലിയുടെ വിഷയത്തിലും ഭക്ഷണ ക്രമീകരണത്തിന്റെ വിഷയത്തിലും ഒരു മുസ്ലിം പിന്തുടരണ്ടേ? അവന്റെ ബാധ്യതയല്ലേ? ഇവിടെയൊക്കെ നമ്മൾ മാറി ചിന്തിച്ചപ്പോ ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്ന മിതഭക്ഷണം, മിതഭോഗം, അല്ലാഹുവിന്റെ മുത്തുനബി ഇതൊക്കെ എന്നേ പഠിപ്പിച്ചു. ആരോഗ്യത്തെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അതുകൊണ്ടല്ല അതിനാതിനെ മെഡിസിൻ എല്ലാവരും ഇംഗ്ലീഷിന്റെ പിന്നാലെ, ഇംഗ്ലീഷ് മെഡിസിൻ. അതാകുമ്പോ പെട്ടെന്ന് അസുഖം വന്നു. രോഗത്തിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കല്ല, വന്നിരിക്കുന്ന രോഗത്തിന്റെ ആളൽ അവസാനിപ്പിക്കലാണ് ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ട് നമ്മൾ ഓടിച്ചെല്ലും, പെട്ടെന്ന് തന്നെ അതിനുള്ള മരുന്നോ ഗുളിയോ എന്താണെന്ന് വെച്ചാൽ കഴിക്കും. വേദന ആണെങ്കിൽ വേദന പോയി, പനിയാണെങ്കിൽ പനി പോയി. ഇനി വീണ്ടും വരെയും ഡോക്ടർ പറയും 6 മണിക്കൂറോ 8 മണിക്കൂറോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗുളിക. അപ്പൊ വീണ്ടും കഴിച്ചു 3 ദിവസം കഴിക്കുമ്പോൾ ശരാശരി ഇപ്പോഴത്തെ ഈ വൈറൽ പനി നമുക്ക് മാറാറുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അവരും പഠിപ്പിക്കുന്ന ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള നല്ലൊരു കൺസെപ്റ്റ്, നല്ലൊരു ആശയം ഒക്കെ ഇസ്ലാം ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചത് അല്ലേ? ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി സുഖമുള്ള ഒരവസ്ഥ. ഞാനിതൊരു ഡോക്ടറോട് തന്നെ ചോദിച്ചു, എന്താണ് ഡോക്ടറെ, എന്താണ്? കടുവയിൽ വരും ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പലരും ഡോക്ടർമാർ വരേണ്ട. അതിലൊരു ഡോക്ടർ എപ്പോഴും വന്ന് കണ്ട് സംസാരിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മാഫിയത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, എന്താണ് ഇംഗ്ലീഷ് മെഡിസിനിൽ ഈ ആരോഗ്യത്തെ? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉസ്താദേ, ഇംഗ്ലീഷ് മെഡിസിനിലെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സാമൂഹികമായി, ശാരീരികമായി, മാനസികമായി സുഖമുള്ള ഒരവസ്ഥ. ഈ സുഖം എവിടെ നഷ്ടപ്പെടുമോ അവിടെ രോഗമുണ്ട്. ശരിയെന്നല്ലേ? ആലോചിച്ച് നോക്കി, ഇത് ശരിയെന്നല്ലേ? ശാരീരികമായി സുഖം വേണം, മാനസികമായും സുഖം വേണം, ഇല്ലെങ്കിൽ മനസ്സ് പൊട്ടും, തകർന്നു പോകും. ആ മനസ്സിന്റെ തകർച്ച ശരീരത്തൊക്കെ ബാധിക്കും. പ്രഷർ കയറി, അല്ലെ, ടെൻഷൻ കയറി, പ്രഷർ, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ പറയുന്നവരല്ലേ നമ്മൾ, അല്ലെ? സാമൂഹികമായും സുഖമില്ലെങ്കിൽ അപ്പോഴും ദുഃഖം തന്നെ. ശരീരത്തിനും ആത്മാവിനും മനസ്സിനും ഒക്കെ ദുഃഖം തന്നെ. അതൊന്നും വരാതിരിക്കാൻ ഇതൊന്നുമില്ലാത്ത സുഖമുള്ള ഒരവസ്ഥ, ഈ അവസ്ഥയാണ് ആരോഗ്യം. എന്നല്ലേ അള്ളാഹുവിന്റെ മുത്തുനബി നേരത്തെ പഠിപ്പിച്ച 3 കാര്യം. ഇന്ന് നിനക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ഭയമില്ല, സാമൂഹികമായ മനസ്സിന്റെ സുഖം. 2, ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് എന്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്നൊരു ആവലാതിയും പേടിയും നിനക്ക്, മാനസികമായിട്ടുള്ള സുഖം. അതുപോലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നിന്റെ ശരീരത്തിനില്ല, ശാരീരികമായ സുഖം. ഇത് 3 അല്ലേ? ഇത് 3 ഉള്ള അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വന്നാൽ പ്രകൃതി ചികിത്സകർ അതിന്റെ കൂട്ടത്തിൽ പറയും ആത്മീയ സുഖവും. അതിപ്പോ ഇംഗ്ലീഷ് മെഡിസിൻ പോകുന്നുണ്ട് ആ മേഖലയിലൊക്കെ. ആത്മീയ സുഖവും കൂടി വേണം, എന്നാലേ ഒരാൾക്ക് ആരോഗ്യം. ആരോഗ്യത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊക്കെ എത്ര വലുതായി എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര അമിതമായി ഭക്ഷണം. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി ഒരിക്കൽ കടന്നു. നബിയുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ടൊരു ഏമ്പക്കം തന്നെയല്ലേ ഏമ്പക്കം തന്നെയല്ലേ നമ്മളെ ഏമ്പക്കം, അല്ലേ? അമിതമാകുമ്പോ ഏമ്പക്കം വരാം. ഈ ഏമ്പക്കം എപ്പോഴാണ് പറഞ്ഞത്? അധികവും
നിറഞ്ഞിട്ടാ വായുവിന് നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഈ ഏമ്പക്കം വിടത്. അള്ളാഹുടെ മുത്തനബിയുടെ സദസ്സിൽ ആരും അങ്ങനെയൊന്നും വിടാറില്ല. കാരണം അവരുടെ ശൈലി എൻ്റെ മുത്തനബി എങ്ങനെ ഭക്ഷണം കഴിക്കും, മുത്തനബി കഴിക്കാനിരിക്കുന്ന ശൈലി പോലും ഒരടിമയിരിക്കുന്നത് പോലെ, അതായത് നമ്മളെ അത്തഹിയാത്തിന്റെ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തല്ലേ, ഇതേപോലെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അള്ളാഹുടെ മുത്തനബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ്, ഒരടിമയുടെ ഇരുത്തം മതി എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരടിമ ഭക്ഷിക്കുന്ന ഭക്ഷണവും മതി എനിക്ക് കഴിക്കാനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരനുസരണയുടെ അടിമയുടെ ദൗത്യം എന്താണെന്ന് ലോകത്തെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ആധുനിക മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, ആ ഇരുത്തുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ എങ്ങനെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടുവോ അതിന്റെ അതേ രീതിയിൽ ആ അവയവങ്ങളൊക്കെയും ഇരിക്കുന്ന ഇരുത്തം ആ ഇരുത്തത്തിൽ കഴിക്കുന്ന ഭക്ഷണം നേരെ ആമാശയത്തിൽ എത്തുന്നു. എങ്ങോട്ടും തള്ളൂല, എങ്ങോട്ടും കയറൂല, ഇക്കള് പൊട്ടൂല, അതില്ല ഇതില്ല, അവിടെ കുടുങ്ങിയില്ല ഇവിടെ കുടുങ്ങിയില്ല, നേരെ ഭക്ഷണം എത്തേണ്ടടുത്ത് എത്തുന്ന നബിത്തങ്ങളുടെ എന്താ നബി കഴിക്കുക, അത് ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ വലിയ വിവരിക്കാം. ഈ സ്വഹാബി നബിയുടെ മജ്‌ലിസിലെത്തി നബി ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്നായി രണ്ടായി നബിത്തങ്ങൾ ചോദിച്ചു, എന്താണോ ഇതെന്ത് ശൈലിയാ, ഇസ്ലാമിന്റെ സംസ്കാരമോ? അതിന് മാത്രം ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ച് പള്ള നിറച്ചോ? ഒന്ന് നീ അറിഞ്ഞോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എത്തിയിട്ട് പരദാഹത്തിൽ മനുഷ്യൻ പിടയുമ്പോ അവിടെ വെച്ചുകൊണ്ട് ഈ ദാഹത്തിന്റെ ശമനത്തിന് വേണ്ടി എന്റെ കയ്യിൽ നിന്നോ അല്ലാഹു തആല നിശ്ചയിച്ച പാവപ്പെട്ട അടിമകൾ വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോ അധികവും ഇവിടെ വിശന്ന് ജീവിച്ചവരാണ്, ഇവിടെ ദാഹത്തോടെ ജീവിച്ചവരാണ്. ആദ്യം എന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുക, സ്വർഗത്തിന്റെ വെള്ളം കുടിക്കുക. ഇവിടെ നിന്ന് പള്ള നിറച്ച് ഭക്ഷണം അമിതമായി കഴിച്ചവരാരോ, ഇവിടെ നിന്ന് അമിതമായി വെള്ളം ഭുജിച്ചവരാരോ, നാളെ അവിടെ വന്നാൽ വെള്ളം അവർക്ക് കിട്ടാൻ ഒരുപാട് താമസം വരുമെന്നോ, അവർക്ക് ആ വെള്ളം കിട്ടില്ലെന്നോ, പരദാഹത്തിൽ തൊണ്ടപൊട്ടി നിലവിളിക്കേണ്ടി വരുമെന്നുള്ള അർത്ഥത്തിൽ അല്ലാഹുവിന്റെ മുത്തുനബി അവിടെ വെച്ചുകൊണ്ട് മിതഭക്ഷണത്തിന്റെ സുന്ദരമായ സന്ദേശം സ്വഹാബത്തുൽ കിറാമിലൂടെ ലോകത്തെ പഠിപ്പിച്ചുവെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടായ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലാഹുവിന്റെ ആരോഗ്യപരമായി ഖുർആൻ എന്ത് പറഞ്ഞു അറിയണ്ടേ? ഖുർആൻ എന്ത് പറഞ്ഞു, ഒത്തിരി ഹദീസുകൾ എന്ത് പറഞ്ഞു, സമയം ഇങ്ങനെ ചുരുങ്ങി എന്നാലൊന്ന് കേട്ടു. ഇസ്ലാം ഇതൊക്കെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം നൽകുമാറായി. ആരോഗ്യത്തിന് എന്ത് വേണം ഇൻഷാ അല്ലാഹ്, അത് ഇതിന്റെ ഇടയിൽ മുത്തുനബി തന്നെ നമ്മളെ പഠിപ്പിക്കണം. ആ വഴിയിലേക്ക് നമുക്കൊന്ന് സംഘടിപ്പിക്കും. ഹാറൂൻ റഷീദ് എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഭരണാധികാരിയില്ലേ, അദ്ദേഹത്തിന്റെ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നസ്രാണിയായിരുന്നു, കൊട്ടാര വൈദ്യൻ. കാരണം യൂനാനിക്കാരൻ, കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, അറബികളും ഗ്രീക്കുകാരും ഒക്കെ അന്ന് ഈ ചികിത്സാ സമ്പ്രദായത്തെയാണ് ആശ്രയിക്കുന്നത്, അവലംബം. അത് തന്നെയാണ് അതിന്റെ മാർഗവും, പ്രചാരം സിദ്ധിച്ചതും വിജയിച്ചതും ആ മാർഗം. അതുകൊണ്ട് തന്നെ ഈ നസ്രാനിയായ ഈ വൈദ്യനാണ് ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിയുടെയും ഡോക്ടറുടെയും. അയാള് തക്കം നോക്കിയിട്ട് കിട്ടുന്ന സമയത്തൊക്കെയും ഇസ്ലാമിനെ ഒന്ന് കുത്തി നോവിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയല്ല, പണ്ടേ ഇവരുടെ ആ രക്തത്തിൽ ഊട്ടപ്പെട്ടതാണ്. ഇസ്ലാമിനെ എവിടേക്ക് ഒന്ന് തൊടാൻ പറ്റുമോ, അവിടേക്ക് ഒന്ന് തൊടാൻ, കുത്താൻ പറ്റുമോ, ഉത്തരം മുട്ടിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഉത്തരം മുട്ടിക്കുക, ഇത് അവരുടെ പണ്ടേയുള്ള ശൈലിയാണ്. അങ്ങനെ അലിയുൻ സൈനുൽ ആബിദീൻ എന്ന അന്നത്തെ വലിയ പണ്ഡിതനായ നബി കുടുംബത്തിലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലെ പ്രിയപ്പെട്ട സയ്യിദായ വലിയ പണ്ഡിതൻ ഒരിക്കൽ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലും. കർബലയിൽ നിന്ന് രക്ഷപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായ പ്രിയപ്പെട്ട അലിയുൻ സൈനുൽ ആബിദീൻ എന്ന കുട്ടി. ഈ ഷിയാക്കൾ അവരുടെ 12 ഇമാമിയങ്ങളെ എണ്ണുമ്പോൾ അക്കൂട്ടത്തിൽ എണ്ണുന്ന അവരുടെ ഇമാമായി കാണുന്ന വലിയ പണ്ഡിതൻ അലിയുൻ സൈനുൽ ആബിദീൻ. അത് അവരെണ്ണയാണ് കേട്ടോ, അല്ലാതെ അവരെ പണ്ഡിതനൊന്നും അല്ലത്. വലിയ മഹാപണ്ഡിതൻ അലിയുൻ സൈനുൽ ആബിദീൻ എന്ന വലിയ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ അറബി പഠിച്ച ഭാഷ പരിജ്ഞാനല്ല, ഖുർആൻ തന്നെ പഠിച്ച ഈ നസ്രാനിയായ ഡോക്ടർ ഒരു കുത്തി ഇസ്ലാമിനെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് പറഞ്ഞു, അല്ല ഉസ്താദ്, നിങ്ങൾ വലിയ പണ്ഡിതനല്ലേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ലൈസ ഫീ കിതാബികും മിൻ ഇൽമി തിബ്ബി ശൈഉൻ. നിങ്ങളെ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, നിങ്ങൾ വാതോരാതെ വിപ്ലവമാക്കി പറയുന്ന ഖുർആൻ, ഈ ഖുർആനിൽ വൈദ്യശാസ്ത്രപരമായി ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെ ഖുർആൻ പരിധി നോക്കിയിട്ട് വൈദ്യശാസ്ത്രപരമായി ഒന്നും നിങ്ങളെ ഖുർആനിലില്ല. വൽ ഇൽമു ഇൽമാനി, അറിവ് 2 തരല്ലേ, ഇൽമുൽ അബ്ദാൻ വ ഇൽമുൽ അദിയാൻ. ഒന്ന് ആത്മാവിന്റെ അറിവുകൾ, ചികിത്സകൾ, അത് നിങ്ങളെ ഖുർആനിൽ എമ്പാടുണ്ട്. ആത്മീയതയാണ് നിങ്ങളെ ഖുർആൻ നിറച്ചും, അതൊക്കെ നിങ്ങളെ ആത്മാവിന്റെ ആരോഗ്യത്തിനാണ്. വ ഇൽമുൽ അബ്ദാൻ, ശരീരത്തിന്റെ ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങളെ ഖുർആനിൽ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളെ ഖുർആൻ
സാർവത്രികവും സാർവലൗകികവും സാർവജനീനമാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. ഒരൊറ്റ ചോദ്യം ചോദിച്ചോക്കെ. ഈ ചോദ്യം ചോദിച്ച് കഴിഞ്ഞ ഉടനെ അലിയുൻ സൈനുൽ ആബിദീൻ എന്ന വലിയ മഹാൻ ഒരു ചിരിച്ചു ലാഘവത്തോടെ മറുപടി പറഞ്ഞു. ഖദ് ജമഅ അല്ലാഹു അത്തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ മിൻ കിതാബി. അയാൾ ചോദിച്ചത് നിങ്ങളെ ഖുർആനിൽ ഒരു ആയത്തി പോലും ഇല്ലല്ലോ, നിങ്ങളെ വിശാലമായ ഖുർആനിൽ ഒരു ആയത്തി പോലും ഇല്ലല്ലോ എന്നാ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഡോക്ടർ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളെ ഖുർആനിൽ ഒരായത്തൊന്നും വേണ്ട. ആരായത്ത്? ഫീ നിസ്ഫി ആയത്തിൻ മിൻ കിതാബിഹി. അള്ളാഹുടെ ഖുർആനിൽ നിന്നുള്ള ഒരായത്തിന്റെ ഒരു ചെറു കണ്ടത്തിൽ വൈദ്യശാസ്ത്രം മുഴുവനും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ ചികിത്സാ സമ്പ്രദായം മുഴുവനും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആണോ? അതെ. മായ ഏതാണ് ആയത്ത്? നിങ്ങൾ ആയത്ത് ഒരു ആയത്തിന്റെ പകുതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അതെ, പകുതി. ഒരായത്തൊന്നും വേണ്ട ഡോക്ടറെ, ഞങ്ങളെ ഖുർആന്റെ പകുതി മതി, അതിൽ അള്ളാഹു അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ ഏതാ അതൊന്ന് പറയേ. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച പ്രിയപ്പെട്ടവര്, വകുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ചെറിയ ആയത്ത്, ഒരായത്തിന്റെ പകുതിയിൽ അള്ളയെല്ലാം ഉൾപ്പെടുത്തി. വകുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വകുലൂ, നിങ്ങൾ തിന്നോളി, വസ്റബൂ, നിങ്ങൾ കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതം പ്രവർത്തിക്കല്ല. നിങ്ങൾ ആമാശയത്തിന് താങ്ങാത്തത് നിങ്ങൾ തിന്നല്ല, നിങ്ങൾ ആമാശയത്തിന് താങ്ങാത്തത് നിങ്ങൾ കുടിക്കല്ല. ഇത് ഭക്ഷണത്തിൽ മാത്രമല്ല, എല്ലാത്തിലും അമിതമാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതമാക്കുന്നവരോട് അല്ലാഹുക്ക് ഇഷ്ടമില്ല, അമിതം പ്രവർത്തിക്കുന്നവരോട് അല്ലാഹുക്ക് വെറുപ്പാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അമിതം ഭക്ഷിക്കുന്നവരെ, അമിതമായി ഭക്ഷിക്കുന്നവരെ അല്ലാഹുക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അമിതമായി വെള്ളം കുടിക്കുന്ന യുവാവേ, അമിതമാണെങ്കിൽ അല്ലാഹുക്ക് ഇഷ്ടമല്ല. അമിതമായി ഉറങ്ങുന്ന പെങ്ങളെ, അല്ലാഹുക്ക് നിന്നെ ഇഷ്ടമല്ല. അമിതമായി സംസാരിക്കുന്ന സഹോദരാ, അല്ലാഹുക്ക് നിന്നെ ഇഷ്ടമല്ല. അമിതമായി മറ്റേതെങ്കിലും തരത്തിൽ വിശ്രമിക്കുന്നവരെ, അല്ലാഹു തആല തന്ന ആരോഗ്യവും അല്ല തന്ന ഇൽമോ അല്ല തന്ന ബുദ്ധിയും എല്ലാം വെച്ചിട്ട് അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കാതെ അമിതമാക്കുന്നവരെ, വിശ്രമമാണെങ്കിലും മറ്റെന്താണെങ്കിലും ശരി അമിതമായി ആവശ്യമില്ലാതെ ഉറക്കമൊഴിക്കുന്നവരെ അല്ലാഹുക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളയും അല്ലാഹുടെ മുത്തുനബിയും ഏതിൽ എങ്ങനെയൊക്കെ പഠിപ്പിച്ചോ, ഉറങ്ങേണ്ട രീതി പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിന്റെ അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, വിശ്രമത്തിന്റെ അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, അധ്വാനത്തിന്റെ അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, സംസാരത്തിന്റെ അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, ചിന്തിക്കേണ്ട അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, നടക്കേണ്ട അളവ് പഠിപ്പിച്ചിട്ടുണ്ട്, പിടിക്കേണ്ട അളവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അമിതം ആര് പ്രവർത്തിക്കുന്നുവോ അവരെ അല്ലാഹുക്ക് ഇഷ്ടമില്ല, അല്ലാഹുടെ മുത്തുനബിക്ക് ഇഷ്ടമില്ല എന്ന് വരുന്ന ഒരായത്തിന്റെ കണ്ടം പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇതിനകത്തെല്ലാം ഡോക്ടർ അദ്ദേഹം വിധി എഴുതട്ടെ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം പറയുമ്പോൾ മനസ്സിലാവും. കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇത് പുള്ളിങ്ങനല്ല, ഇത് പുള്ളിങ്ങനെ യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഈ ആയത്ത് ഇറങ്ങാൻ കാരണം സബബുൻ നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലം. അങ്ങനെ ഒരു അവതരണ പശ്ചാത്തലം ആയത്തുകൾക്ക് അല്ലാഹു ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഖുർആൻ ബുദ്ധിയുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇത്രയേറെ ആഴത്തിൽ കൊത്തിക്കയറുമായിരുന്നില്ല. ഓരോ സന്ദർഭം വെച്ചിട്ട് അല്ലാഹു ആയത്ത് ഈ ആയത്ത് യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഈ ആയത്ത് ഇറങ്ങിയത് ഒരു പെണ്ണിന്റെ പാട്ടാ, അത് ഒരു പെണ്ണിന്റെ പാട്ട്. അത് എപ്പോഴാ? കഅബയുടെ ഓരത്ത് വന്നിട്ട് ഒരു പാട്ട് പാടി. ഈ പാട്ടിനെ അല്ലാഹു തആല ഈ ആയത്ത് അപ്പൊ പെണ്ണിനെ കരയിക്കുന്നവരും പെണ്ണിനെ വേദനിപ്പിക്കുന്നവരൊക്കെ ചിന്തിക്കാൻ ഒരു പാഠം അതിനകത്തുണ്ട്. അല്ലാഹ് അപ്പ കേൾക്കും, ഉത്തരം അപ്പം ഉണ്ടാവും. അതുകൊണ്ട് അവരെ കരയിപ്പിക്കാൻ നമ്മൾ നിൽക്കണം. ഒരു പെണ്ണ് പാടിയ പാട്ടിനാണല്ലോ പെണ്ണെന്നൊക്കെ ഞാൻ ആ വർഗത്തെ പറയും, ഒരു മഹതി, ഒരു നല്ല അവര് പാടിയ അള്ളാഹിനോട് സ്നേഹമുള്ള ഒരു സ്ത്രീ പാടിയ പാട്ട്.
ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ മക്കയിലെത്തി കഅബ തവാഫ് ചെയ്യാൻ ഒരു കൊതി, ആഗ്രഹം. കഅബയിലെത്തിയിട്ട് തവാഫ് ചെയ്യാൻ കൊതിയില്ലാത്ത കരഞ്ഞുകൊണ്ട് അദ്ദേഹം. അപ്പൊ കഅബയിൽ എത്താൻ തന്നെ ഇത്ര കൊതിയാ. അപ്പൊ കഅബയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തവാഫ് ചെയ്യാതെ വരാൻ പറ്റും. അങ്ങനെ ഈ പെണ്ണ് മക്കയിൽ എത്തിയപ്പോൾ ഒരു ആഗ്രഹം, എനിക്കും തവാഫ് ചെയ്യണം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. അപ്പൊ അന്ന് ഇസ്ലാമിന് കഅബയുടെയും മക്കയുടെയും അധികാരമൊന്നും കിട്ടിയിട്ടില്ല. നബിത്തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനൊക്കെ മുമ്പ്. അപ്പൊ അന്ന് ഖുറൈശികളാണ് ഇതിനെ അടക്കി ഭരിക്കുന്നത്. അന്ന് അവർക്ക് പിന്നെ അടിസ്ഥാനരഹിതമായ വിശ്വാസത്തിലായിരുന്ന കാലം. അന്ന് അവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഈ മക്കയിൽ തവാഫ് ചെയ്യാൻ വരുന്നവരൊക്കെ ഞങ്ങളുടെ ഭക്ഷണം മാത്രമേ കഴിക്കൂ, അവരിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ തവാഫ് ചെയ്യാൻ ഞങ്ങളെ വസ്ത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അവർക്ക് സ്വന്തമായ വസ്ത്രങ്ങളിലൂടെ തവാഫ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അവരുടെ വസ്ത്രം ധരിച്ച് അവർ തവാഫ് ചെയ്ത ആ വസ്ത്രം ഇവിടെ ഊരിയിട്ട് പോകണം. പിന്നെ അവരത് ധരിക്കാൻ പാടില്ല, ഊരിയിട്ട് പോകണം. അതിനുള്ള വസ്ത്രം കരുതി വരണം. അതല്ലേ ഞങ്ങളെ വസ്ത്രത്തിൽ തവാഫ് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ വസ്ത്രവും വാങ്ങാൻ അവർക്കില്ലേ, അവര് വിവസ്ത്രമായി തവാഫ് ചെയ്യണം, നഗ്നരായി തവാഫ് ചെയ്യണം. എന്നിട്ട് അവരെ വസ്ത്രം ധരിച്ചു പോകണം. ഇതല്ലാതെ വേറെ ഒരൊറ്റ മാർഗമില്ല. വെളിയിൽ നിന്ന് ഒരു വസ്ത്രം കൊണ്ടുവന്നിട്ട് അവർക്ക് തവാഫ് ചെയ്യണം. ഇത് അന്നത്തെ ഖുറൈശികളായ മേലാളന്മാരുടെ അന്നത്തെ അടിസ്ഥാനരഹിതമായ സമ്പ്രദായങ്ങളിൽ ഒന്ന്. ആയിരക്കണക്കിനുണ്ടല്ലോ, അതിൽപ്പെട്ട ഒന്നാണ്. ഇസ്ലാം അധികാരം കിട്ടിയതിനു ശേഷം ഇതൊക്കെയും ഉടച്ചു വാർത്തു അല്ലാഹുവിന്റെ മുത്തനബി. അതുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പെണ്ണും വന്നു. അവരവിടെ വന്നിട്ട് അവർക്ക് തവാഫ് ചെയ്യാൻ കൊതി. ഇങ്ങനെ തവാഫ് ചെയ്യും. അവിടെ അന്വേഷിച്ചു, ചോദിച്ചൊക്കെ പറഞ്ഞു, നിങ്ങളെ വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ഒന്നിരിക്കൽ നിങ്ങൾ ഈ വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്താൽ നിങ്ങളെ വസ്ത്രം ഇവിടെ ഊരിയിട്ടിട്ട് പോകണം. അപ്പൊ അതിന് വേറെ വസ്ത്രമില്ല. അപ്പൊ പിന്നെ ഖുറൈശികളുടെ വസ്ത്രം വാങ്ങണം, അതിന് പൈസയില്ല. എന്നാ പിന്നെ നഗ്നമായി തവാഫ് ചെയ്യണം. ഇതില്ലെങ്കിൽ തവാഫ് ചെയ്യാതെ മടങ്ങാനേ പറ്റും. കുറെ നേരം ആലോചിച്ചു, ഞാൻ എന്താ ചെയ്യാ? പോകാൻ തീരുമാനിച്ചു. പക്ഷെ പോകാൻ മനസ്സ് പറഞ്ഞില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പരിശുദ്ധമായ കഅബ, ഫലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്റെ റബ്ബേ, നിന്റെ പരിശുദ്ധമായ കഅബയുടെ ഓരത്ത് നിന്നുകൊണ്ട്, ആ നിശ്ചലമുള്ള മഹിതമായ കഅബയുടെ ഓരത്ത് നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ഇബ്രാഹിം നിന്നോട് യാചിക്കുന്നു റബ്ബേ, ഈ ഇബ്രാഹിമിനെ നാണം കെടുത്തരുതേ അല്ലാ, ഈ ഇബ്രാഹിമിനെ കളിയാക്കരുതേ അല്ലാ, ഈ ഇബ്രാഹിമിനെ അവഹേളിക്കരുതേ അല്ലാ, ഈ ഇബ്രാഹിമിനെ അപമാനിക്കരുതേ അല്ലാ. ഇബ്രാഹിം നബി പോലും ദുആ ചെയ്ത ആ പരിശുദ്ധ ദുആ പൊട്ടി വീണ പരിശുദ്ധമായ കഅബ, ഒരുപാട് പ്രവാചകന്മാരുടെ തിരുശരീരങ്ങൾ വിശ്രമിക്കുന്ന പരിശുദ്ധ കഅബ, ഓരോ സെക്കൻഡിലും എണ്ണമറ്റ അല്ലാഹുവിന്റെ മാലാഖമാരിറങ്ങുന്ന പരിശുദ്ധമായ കഅബ, ലക്ഷക്കണക്കിന് അടിമകളുടെ കണ്ണീരുകൊണ്ട് അലങ്കരിക്കപ്പെട്ട കഅബ, ഒരുപാട് പേരുടെ തേങ്ങലുകളിലൂടെ അല്ലാഹു ഉത്തരം നൽകിയ പരിശുദ്ധമായ കഅബ. ആർക്കാ കഅബയുടെ ഓരത്തെത്തിയിട്ട് മടങ്ങാൻ പറ്റുക? പെണ്ണിനും കഅബ തവാഫ് ചെയ്തേ പറ്റൂ. ഇനി എന്താ മാർഗം? തവാഫ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ഒരുമിച്ച് കൂടി ജനങ്ങളോട് ചോദിച്ചു, മക്കയല്ലേ കഅബയല്ലേ? അവിടെ നിന്ന ജനങ്ങളോട് ചോദിച്ചു, മയ്യുഈറുനീ ബിത്വാഫ, ആരാണ് എനിക്ക് തവാഫ് ചെയ്യാൻ ഒരു വസ്ത്രം വായ്പ തരിക? ഖുറൈശികളെ, നിങ്ങൾ ആരെങ്കിലും ഒരു വസ്ത്രം എനിക്ക് വായ്പ തരുമോ? ഞാനൊന്ന് തവാഫ് ചെയ്തോട്ടെ. അതികഠിനമായ മോഹത്തിലാണ്. അല്ലാഹുവിന്റെ കഅബ കണ്ടിട്ട് തവാഫ് ചെയ്യാതെ പോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് തവാഫ് ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും ആ വസ്ത്രം എനിക്കൊന്ന്, ഈ പറയപ്പെടുന്ന ഖുറൈശികളുടെ വസ്ത്രം എനിക്കൊന്ന് വായ്പ തരുമോ? കൊണ്ടുപോകാനല്ല, കഴിഞ്ഞിട്ട് ഞാനങ്ങ് തിരിച്ചു തരാം, വായ്പയായിട്ട് തന്നാ മതി, അതിന് വേണ്ട കൂലിയും തരാൻ ചോദിച്ചു നോക്കി. പക്ഷേ ആരും കൊടുത്തില്ല. അവസാനം തവാഫ് ചെയ്യാതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. അല്ലാ, അവസാനം പെണ്ണ് തന്റെ വസ്ത്രം അഴിക്കുന്നു. തന്റെ വസ്ത്രം മുഴുവനും ശരീരത്തിൽ നിന്ന് മാറ്റുന്നു. പരിശുദ്ധമായ കഅബയുടെ ഓരത്ത് വിവസ്ത്രയായി ഇറങ്ങുന്നു. തന്റെ മനം പൊട്ടിക്കൊണ്ട് തവാഫ് ചെയ്യുന്നു.
തന്റെ കണ്ണ് നിറയുന്നു, തന്റെ മനമുരുകുന്നു, തേങ്ങല് ജനിക്കുന്നു. ആ തേങ്ങലോടുകൂടി പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ അവിടെ നിൽക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു, അല്യോമയബദോ കുല്ലുഹു ഔബാലോ വമാ ബദാ മിന്നി ഫലാ ഉഹില്ലു. അല്യോമയബദോ കുല്ലുഹു ഔബാലോ വമാ ബദാ മിന്നി ഫലാ ഉഹില്ലു. മനുഷ്യന്മാരെ, നിങ്ങളാരും ഇങ്ങോട്ട് നോക്കല്ല. എന്റെ ശരീരം മുഴുവനും വെളിവാണ്, എന്റെ ഔറത്ത് മുഴുവനും പുറത്താണ്. ആരും ഇങ്ങോട്ട് നോക്കല്ല. എനിക്ക് പൊരുത്തമില്ല, എനിക്ക് അനുവാദമില്ല, എന്റെ മനസ്സനുവദിക്കുന്നില്ല. ഒരു പുരുഷനും ഞാൻ എന്റെ ശരീരം വെളിവാക്കിയിട്ടില്ല. എന്റെ നാണം മറയ്ക്കാൻ എനിക്ക് കഴിയാതെ നിസ്സഹായായി പോയി. അല്ലാഹുവിന്റെ കഅബ തവാഫ് ചെയ്യാതെ പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനൊരു വസ്ത്രം ചോദിച്ചിട്ട് തരാനാളില്ല, കൂലിക്ക് ചോദിച്ചിട്ട് പോലും തരാറില്ല. അതുകൊണ്ട് തന്നെ വിവസ്ത്രയാക്കപ്പെട്ട് ഞാൻ തവാഫ് ചെയ്യാൻ നിർബന്ധിതമായി അങ്ങനെ തവാഫ് ചെയ്യുകയാണോ. എന്റെ ഔറത്ത് പലതും വെളിവാണ്. എല്ലാവരും മുഖം തിരിച്ചേക്ക, എല്ലാവരും കണ്ണു താഴ്ത്തിയേക്ക, എല്ലാരും എന്നെ തൊട്ട് മാറി നിന്നേക്ക. എനിക്ക് പൊരുത്തമില്ല, എനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ശോകമൂകമാക്കി നിശബ്ദമാക്കി നോക്കി നിൽക്കെ മരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുന്ന പെണ്ണിന്റെ കണ്ണുനീര് തേങ്ങലുകൾ അലയടിച്ചത് കഅബയുടെ ഓരങ്ങളിൽ താമസിക്കുന്ന മക്കയിലെ ഖുറൈശി പ്രഭുക്കന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലല്ല പ്രിയപ്പെട്ടവര്. മക്കാ മണലാരുണ്യത്തിൽ വസ്ത്രവ്യാപാരികളുടെ നെഞ്ചത്തടങ്ങളിലല്ല പ്രിയപ്പെട്ടവര്. കഅബയിലേക്ക് ദൈനംദിനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസ്യൂതം നിർഗളം അവതരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ മാലാഖമാരുടെ ശ്രവണപുടങ്ങളിലല്ല പ്രിയപ്പെട്ടവര്. ആകാശങ്ങൾക്കപ്പ ജഗന്നിയന്തവായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അർശിലേക്ക് വന്ന് അലയടിക്കുന്നു. ഒരു പെണ്ണിന്റെ തേങ്ങൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തുന്നു. അല്ലാ, ആ തേങ്ങലിന് അല്ലാഹു തആല നൽകിയ ഉത്തരമാണ്. അല്ലാഹുവിന്റെ മുത്തനബിയുടെ മുമ്പിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി കോരിക്കൊടുത്തത്, യാ ബനീ ആദം, യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്ലാം ഇതൊക്കെ നടപ്പാക്കി പ്രിയപ്പെട്ടവര്. അവിടെ സ്വാതന്ത്ര്യത്തോടെ തവാഫ് ചെയ്യാനുള്ള അധികാരം ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഇസ്ലാം അനുവദിച്ചു നൽകൂ. അള്ളാഹുവിന്റെ ശക്തമായ താക്കീതിന്റെ സ്വരം വരികയാണ്, യാ ബനീ ആദമാ. അവിടെ മുസ്ലിമീങ്ങളെ നല്ല അല്ലാഹു വിളിച്ചത് കാരണം അന്ന് ഇസ്ലാമിന് മക്കയുടെ അധികാരം കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ മുത്തുനബി ഹിജ്റ പോയിട്ടില്ല, മദീനത്തെത്തിയിട്ടില്ല. ഇസ്ലാമിന്റെ തുടക്കകാലമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് പറയേ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഖുറൈശികളെ, മനുഷ്യ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം എന്ന മക്കത്തെ പള്ളി, ഇത് അല്ലാഹുവിന്റെ പള്ളിയാണെന്ന് നിങ്ങളും സമ്മതിക്കുന്നില്ലേ? ആ പള്ളിയുടെ അലങ്കാരമാണ്. അവിടെ മനുഷ്യന്മാരെ ഔറത്ത് മറച്ചുകൊണ്ട് തവാഫ് ചെയ്യുക എന്നുള്ളത് എന്തേ നിങ്ങളത് അനുവദിക്കുന്നില്ല? അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിയല്ലേ, അവിടെ അലങ്കാരങ്ങളെ കൊണ്ട് നടക്കണ്ടേ? ബാക്കിയുള്ളിടത്ത് വേണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ. ആ സന്ദർഭത്തിനോട് യോജിച്ചുകൊണ്ടുള്ള ഇസ്ലാമിന്റെ സുന്ദരമായ ഖുർആനിക സന്ദേശമാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് എല്ലാ പള്ളിക്കുമുള്ള അലങ്കാരം അവിടെ വരുന്നത് ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ടൊരു പെണ്ണിന്റെ ഔറത്ത് തൊടല, ഒരാണിന്റെ ഔറത്ത് തൊടല. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നുള്ള തീരുമാനം അല്ലാഹുവിന്റെ മുത്തുനബിയിലൂടെ റബ്ബാക്കി കൊടുക്കുകയാണ്. അതേ ആയത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡമാണ്, വകുലൂ വസ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അപ്പൊ തിന്നോളയും കുടിച്ചോളെ, വിഷയത്തിലേക്ക് തിരിച്ചു തിന്നോളയും കുടിച്ചോളെ, അമിതാക്കരുത്, ഒന്നിലും അമിതം പ്രവർത്തിച്ച പോയി പ്രിയപ്പെട്ടവരെ. അല്ലാഹ് എത്ര അമിതം ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറയാം. അപ്പൊ അത് മുമ്പ് ഇതൊന്ന് പറഞ്ഞു തരട്ടെ. നമ്മള് ഡോക്ടറെ ചോദ്യം തീർന്നില്ല. ഡോക്ടറെ ചോദിച്ച ഒന്നാമത്തെ ചോദ്യമാണ്,
എന്താണ് നിങ്ങളെ ഖുർആനിലുള്ളത്. അപ്പൊ ഖുർആന്റെ തെളിവ് പറഞ്ഞു. പിന്നെ അതിൽ സംശയമൊന്നുമില്ല. കാരണം അയാൾക്കറിയാം ഖുർആൻ ഈ വാക്കിന്റെ പൊരുൾ എത്ര വലുതാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ചോദ്യമില്ല. രണ്ടാമത്തെ ചോദ്യം, വലാ യുസ്റു അൻ റസൂലിക്കും ശൈഉം മിന തുബ്ബി. അപ്പൊ അടുത്ത വഴി നിങ്ങളെ മുഹമ്മദ് നബിയുടെ വാക്കുകളിലൊന്നും ഇല്ലല്ലോ. നിങ്ങളെ മുത്തുനബി മരണവും ഖബർ മഹ്ശറയും ആത്മീയമായി മനസ്സിന്റെ ശുദ്ധിയൊക്കെ പറയും. നിങ്ങളെ പ്രവാചകന്റെ വ്യക്തിശുദ്ധിയും വ്യക്തി ശുദ്ധതയും ഒക്കെ പഠിക്കുന്ന നിങ്ങളെ വിശുദ്ധ പ്രവാചകന്റെ വാക്കിലൊന്നും വൈദ്യശാസ്ത്രമില്ലല്ലോ, ചികിത്സയില്ലല്ലോ, ആരോഗ്യത്തെ സംബന്ധിച്ചൊരു വാക്കില്ലല്ലോ. അപ്പോഴും അലിയുൻ സൈനുൽ ആബിദീൻ എന്ന ഈ വലിയ മഹാൻ കൊലക്കൊമ്പൻ ഒറ്റയടിക്ക് മറുപടി. അത് ഏത് കാലഘട്ടത്തിലും അള്ളാഹു ഓരോ നാട്ടിലും പരിശുദ്ധ ദീനിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നിരർത്ഥകമായ വെല്ലുവിളികളുടെ കൂരമ്പുകൾ വരുമ്പോൾ അതിനെയൊക്കെ അങ്ങനെ തന്നെ മറുപടി നൽകാൻ, ഒറ്റയടിക്ക് മറുപടി നൽകാൻ പറ്റുന്ന ഓരോ പണ്ഡിതന്മാരെ അള്ളാഹു തആല ഏത് കാലത്തും പഠിച്ചിട്ടുണ്ട്. ഏത് കാലത്തും. അതിൽപ്പെട്ട മഹാനായ അലിയുൻ സൈൻ. എവിടുന്നൊക്കെ ഈ മറുപടി വരണം പ്രിയപ്പെട്ടവരെ. മഹാനായ അപ്പഴും ചിരിച്ചു. പ്രവാചകന്റെ വാക്കിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പഴും ചിരിച്ചിട്ട് പറഞ്ഞു, ജമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തിബ്ബ കുല്ലഹു ഫീ അൽഫാദിൻ യസീറ. നിങ്ങളെ മുത്തുനബിയുടെ വലിയ പ്രസംഗം ഒന്നും നോക്കണ്ട ഡോക്ടറെ. നബിയുടെ ചെറിയ ചെറിയ 3-4 വാക്കുകളിലൂടെ ഈ വൈദ്യശാസ്ത്രം മുഴുവനും ഞങ്ങളെ നേതാവ് പറഞ്ഞു. എന്തിനാ വലിയ വാക്ക്? ചെറിയ വാക്കിൽ തന്നെ ഞങ്ങളെ മുത്തുനബി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ. മാഹിയ ഏതാ നബിത്തങ്ങൾ പറഞ്ഞ ചെറിയ വാക്ക്? ഏതാ വാക്കൊന്ന് കേക്കട്ടെ. ഒറ്റ പറച്ചില്. അൽ മഅദതു ബൈത്തുൽ അദ്വാ വൽ ഹിംയതു റഅസു കുല്ലി ദവാ വഅതി കുല്ല ജസദിൻ മാ അബ്ബത്ത. ചെറിയ വാക്ക്. ഈ 3 വാക്കങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഡോക്ടർക്ക് മറുപടിയില്ല. ഡോക്ടർ ഉടനെ പറഞ്ഞു, ഓ ഭയങ്കര അത്ഭുതം തന്നെ, നിങ്ങളെ ഖുർആനും നിങ്ങളെ പ്രവാചകനും. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് നബിത്തങ്ങൾ പറഞ്ഞ ഈ ആശയം അൽ മഅദതു ബൈത്തുൽ അദ്വാ. ശ്രദ്ധിച്ചു നോക്കി. ഇത് തന്നെയല്ലേ നമ്മളെ ജീവിതം. ഇവിടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ ആരോഗ്യത്തോടെ ജീവിക്കാം. മിക്കവാറും നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത്. അല്ലാഹുവിന്റെ മുത്തനബി പറയേ, അൽ മഅദതു ബൈത്തുൽ അദ്വാ, മനുഷ്യന്റെ ആമാശയമാണ് രോഗങ്ങളുടെ കേന്ദ്രം. ചിന്തിച്ചു, നിങ്ങൾ ചിന്തിക്കും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അഭിമാനം തോന്നൂലേ ഇങ്ങനെ ഒരു പ്രവാചകൻ? ആർക്കായിട്ട് പറയാൻ കഴിയും? നബിക്കല്ലാതെ ചെറിയ വാക്കിലൂടെ ഒരു ലോകത്തെ ചികിത്സയുടെ ഒരു ലോകത്തെ തന്നെ ഉൾപ്പെടുത്തി നബി മുഹമ്മദ് റസൂലുള്ളാഹി. നേതാവില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു മതാചാര്യനുമില്ല, ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധനും വിശാരദനുമില്ല. ഇതുപോലെ പറയാം. അൽ മഅദതു ബൈത്തുൽ അദ്വാ, എല്ലാ രോഗങ്ങളുടെയും കേന്ദ്രം ആമാശയമാണ്. ശരിയെന്നല്ലേ? ആമാശയം തന്നെ. ആമാശയത്തിൽ എത്തുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ എന്തൊക്കെ രോഗങ്ങളുണ്ട്. എല്ലാ ആമാശയം. ഭക്ഷണം വെളിയിലിരിക്കുന്ന ഭക്ഷണം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആമാശയത്തിന്റെ രോഗം ഉണ്ടാവും? ഒന്നുമില്ല. ഈ ഭക്ഷണം ശരാശരി സാധാരണ മനുഷ്യരാലോചിച്ച് നല്ല ആരോഗ്യത്തോടെ പിറന്ന കുട്ടി, ഈ കുട്ടിക്ക് എവിടെ രോഗം? അപവാദമായിട്ടുണ്ടാക്കാം. സാധാരണ വരുന്ന ഒരു രോഗി പൊതുവായി ഒരു തത്തം പഠിപ്പിക്കുക. പൊതുവായിട്ട് വരുമ്പോൾ അപവാദമായ ഒരു സൈഡ് ഉണ്ടാവും. ജനിച്ച ഒരു കുട്ടിക്ക് എവിടെ രോഗം? ഒന്നുമില്ല. അവൻ അങ്ങനെ വളർന്നു. ഉമ്മയുടെ പിന്നെ മാർവിടത്തിൽ നിന്ന് പാല് കുടിച്ചു, അല്ലെങ്കിൽ ആ കുട്ടി പാല് കുടിച്ചു. അപ്പോഴൊക്കെ നല്ല അവസ്ഥനെ അങ്ങനെ വളർന്നു വരുന്നു. അവൻ അതിനിടയിൽ കഴിക്കുന്ന ഭക്ഷണം പല വിധത്തിലുള്ള ഭക്ഷണം, പല ക്വാളിറ്റിയുള്ള ഭക്ഷണം, ദഹിക്കുന്നതും ദഹിക്കാത്തതും, അലിയിച്ചു കളയാനുള്ള അധ്വാന ഇല്ലായ്മ, കൊഴുപ്പുള്ളതും മറ്റതും മറിച്ചതും ഒക്കെ തിന്ന് കുറെ കഴിയുമ്പോ പ്രഷറായി, ഷുഗറായി, യൂറിക് ആസിഡ് ആയി, അല്ലേ? എന്തൊക്കെ പിന്നെ അങ്ങോട്ട് കയറിപ്പോയ ക്യാൻസർ അടക്കം, അൾസർ അടക്കം എന്തൊക്കെ രോഗങ്ങൾ പ്രിയപ്പെട്ടവരെ. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഹാർട്ടിലേക്ക് വരുന്ന ഞരമ്പുകളിൽ, ബ്ലഡ് ഓടുന്ന ഞരമ്പുകളിൽ വരുന്ന കൊഴുപ്പിന്റെ സമ്മർദ്ദം മൂലം അടഞ്ഞു പോകുന്ന രക്തോട്ടത്തിന് കുറവ് വരുന്നു, സർക്കുലേഷന് കുറവ് വരുന്നു, ശരീരം ഇടിക്കുന്നു, കിതപ്പ് കൂടുന്നു, നെഞ്ചു പൊട്ടുന്നു. എന്തൊക്കെ രോഗം. എവിടെന്നാ ഇതൊക്കെ? അൽ മഅദതു ബൈത്തുൽ അദ്വാ, എല്ലാ രോഗങ്ങളുടെയും കേന്ദ്രം ആമാശയമാണ്. ആമാശയം സൂക്ഷിച്ചോളാനാണ് നബി പറഞ്ഞത്. അതുകൊണ്ട് അത് സൂക്ഷിച്ചോളാനാണ് നബി പറഞ്ഞത്. അങ്ങനെയുള്ളതേ കഴിക്കാവൂന്ന്. തീർന്നില്ല. വൽ ഹിംയതു റഅസു കുല്ലി ദവാ, എല്ലാ ചികിത്സകളുടെയും മൂലകം, എല്ലാ ചികിത്സകളുടെയും അടിസ്ഥാനം, എല്ലാ ചികിത്സകളുടെയും കേന്ദ്രം ഈ ആമാശയത്തിന് ദഹിക്കാത്തതും പറ്റാത്തതും താങ്ങാത്തതും നൽകാതിരിക്കലാണ്. അതിന് താങ്ങുന്ന ഭക്ഷണം കൊടുക്കും.
ആ ആമാശയത്തിന് താങ്ങുന്ന ഭക്ഷണം കൊടുക്ക്, അതിന് താങ്ങുന്ന പാനീയം കൊടുക്ക്, താങ്ങാത്തത് കൊടുക്കരുത്. നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ? ഒരു കല്യാണ വീട്ടിലെത്തിയ എന്തൊക്കെയാ തിന്നാണ്. ഇപ്പൊ മുമ്പ് കയറുമ്പോ തന്നെ ആദ്യമായിട്ട് കൊടുക്കാൻ കുറെ ചായ ഉണ്ട്, പലഹാരമുണ്ട്, അതെല്ലാം നമ്മൾ തിന്നും. വിരുന്നുകാരെ ഒരുക്കുമ്പോൾ കുറെ നല്ല ഭക്ഷണങ്ങൾ ഒരുക്കണം. അപ്പൊ അവരത് ഒരുക്കും. വേണമെന്ന് നമ്മൾ കണ്ടിട്ട് ആവശ്യത്തിന് തിന്നും. ഇതല്ല നമുക്ക് വേണ്ടി ഒരുക്കിയല്ലേ, നമ്മൾ നേരെ നിന്ന് ആദ്യം ചായയും പലഹാരമൊക്കെ തിന്നും. പിന്നെ അതിനകത്ത് കയറിയിട്ട് ബിരിയാണിയുടെ വിഭിന്ന ഏതൊക്കെ കിട്ടുമോ അതും ഒക്കെ തിന്നും. അത് കഴിഞ്ഞിറങ്ങിയിട്ട് പിന്നെ വീണ്ടും ഒരു ഐസ്ക്രീം കുടിയായി, പിന്നെ വേറെ കുറെ ഫ്രൂട്ട്സ് തിന്നലെ, എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ കാക്ക ശ്വാസം വിട്ട് തന്നെ പാടുവിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് ഒരു മൂലയിൽ ഇരിക്കണം, പള്ളിയിലോ വണ്ടിയിലോ എവിടെങ്കിലും ചെന്നൊന്ന് ഇരുന്ന് ശ്വാസം വിടണം. എത്ര സ്ഥലം നമുക്കുള്ളത്, എത്ര സമയം പ്രിയപ്പെട്ടവരെ. താങ്ങാത്ത പക്ഷെ അവിടെ കിട്ടണതും ഇവിടെ കിട്ടുന്നതും മറ്റത്. നമ്മളെ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭൂമിയിൽ മുളയ്ക്കേണ്ട ഭക്ഷണങ്ങൾ അല്ല ഇവിടെ മുളപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ മുളയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്താ ഗൾഫിലില്ല? ഇവിടെ മുളയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് ആലോചിച്ച് നോക്കിക്കേ. പഴയ മരച്ചീനി അല്ലേ, ചക്ക, ചേന, ചേമ്പ്, എന്തൊക്കെ വേണം, ഇതൊക്കെ നമ്മളെ ഭൂമിയിലാണ് മുളയ്ക്കുക. ഈ ഭക്ഷണമല്ല സൗദിയിൽ മുളയ്ക്കുന്നത്, ഗൾഫിൽ മുളയ്ക്കുന്നത്. ഈ ഭക്ഷണമല്ല അമേരിക്കയിൽ മുളയ്ക്കുന്നത്. ഈ ഭക്ഷണമല്ല ഇംഗ്ലണ്ടിൽ മുളയ്ക്കുന്നത്. അവിടെ മുളയ്ക്കുന്ന ഭക്ഷണം വേറെ. നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കളഞ്ഞിട്ട് അറേബ്യൻ ഫുഡ് തരും. അവിടുത്തെ ഭക്ഷണം ഏതാണോ, അവിടുത്തെ പഴം ഏതാണോ, അവിടുത്തെ പിന്നെ മധുരം ഏതാണോ അതൊക്കെ കൊണ്ടിറക്കിയിട്ട് അത് കഴിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്ത് ഈ ഭക്ഷണം തന്നെ അവിടെയോ അല്ലെങ്കിൽ ആ ഭക്ഷണം തന്നെ ഇവിടെയോ അള്ളാഹ് മുളപ്പിച്ചൂടെ? മുളപ്പിക്കാം. എന്നിട്ടും എന്തുകൊണ്ട് മുളപ്പിച്ചില്ല? ഈ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ശരീരത്തിന് പറ്റിയ ഭക്ഷണം ഏതാണോ അതാണ് ഈ മണ്ണിൽ അല്ല മുളപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് കളഞ്ഞു, പണ്ടുള്ളവരെ അത് കഴിച്ചു, അവർക്കിപ്പോഴും അറിയാം. നമ്മൾ ഇത് കളഞ്ഞിട്ട് നമ്മൾ ആ ഭക്ഷണം തേടിപ്പോയി. അത് അവരുടെ പ്രകൃതിക്കനുസരിച്ച് അവരെ പടച്ച മണ്ണിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ തേടി. നമ്മൾ അത് കഴിക്കാൻ തുടങ്ങിയപ്പോ നമ്മളെ ഉള്ളിൽ ഇത് വന്നിട്ട് അമിതമാകാനോ താങ്ങാത്തതാകാനോ ക്വാണ്ടിറ്റി കൂടാനോ ഒക്കെ തുടങ്ങിയപ്പോ പതിയെ പതിയെ രോഗത്തിലേക്ക് വീഴാൻ തുടങ്ങി. ആ രോഗത്തിലേക്ക് വീണതിന്റെ അടയാളമാണ് ഹോസ്പിറ്റലുകൾ കുമിഞ്ഞുകൂടിയത്. പ്രിയപ്പെട്ടവരെ, പലരുടെയും സമ്പത്തിന്റെ നല്ലൊരു വിഹിതം അവസാനം സക്കാത്തിന്റെ അർഹതയിലേക്ക് പോലും എത്തിപ്പെടുന്ന തരത്തിൽ പണം ഒഴുക്കി കളഞ്ഞത് മുഴുവനും രോഗത്തിന്റെ പേരിലല്ലേ പ്രിയപ്പെട്ടവരെ? മുത്തുനബി പഠിപ്പിച്ചു വിശദീകരിക്കുന്നില്ല. ബുദ്ധിയുള്ളവരല്ലേ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. എല്ലാ ചികിത്സകളുടെയും കേന്ദ്രം ആമാശയത്തിന്റെ താങ്ങാത്തതും ദഹിക്കാത്തതും നൽകാതിരിക്കലാണ്. അതേപോലെ തന്നെ ഈ ശരീരത്തിന്റെ പതിവാക്കിയത് എന്തോ അത് തന്നെ നീ ശീലമാക്കുക, കൊടുക്കുക. നീ ശീലം തെറ്റിക്കരുത്, ശീലം തെറ്റിക്കരുത്. ശീലം തെറ്റിച്ചപ്പെടും. ചില ആളുകൾ വന്നിട്ട് പറയാറില്ലേ, ഇന്ന് എനിക്ക് വയറിന് സുഖമില്ല. എന്താ സുഖമില്ലാത്ത? ഞാൻ ഉച്ചക്ക് കുറെ പൊറോട്ട തിന്നു. ഉച്ചക്ക് ഇങ്ങനെ പൊറോട്ടന്റെ ശീലമില്ല, പൊറോട്ട സാധാരണ ഞാൻ തിന്നാറില്ല, ഇന്നിപ്പോ കുറച്ച് അങ്ങനെ ശീലം തെറ്റിയിട്ട് തിന്നപ്പോ എനിക്ക് ബുദ്ധിമുട്ടായി. ശീലം തെറ്റിയ ഭക്ഷണം ഞാൻ ഇന്ന് അവിടെ പോയപ്പോ ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് കിട്ടി, ഞാനത് തിന്നു. അത് തിന്നത് മുതൽ എനിക്ക് വയറിന് സുഖമില്ല അല്ലേ? നമ്മൾ പറയാറില്ലേ, അങ്ങനെ എത്ര 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 അനുഭവങ്ങളുള്ളവരാ മുമ്പിൽ. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, നിന്റെ ശരീരത്തിന് ശീലമില്ലാത്തത് നൽകരുത്. എന്തിനധികം വെളിയിൽ പോകുമ്പോ ഉമ്മമാര് പറഞ്ഞു വിടും, മോനെ അവിടെ പോയാൽ കഴിവത് കുളിക്കാൻ നിൽക്കേണ്ട, നീ തിരിച്ചു വരണം, വെള്ളം മാറി കുളിച്ചാൽ ജലദോഷം പിടിക്കും. എവിടെയൊക്കെ പോയിട്ട് വെള്ളം മാറി കുളിച്ചിട്ട് ജലദോഷം വന്നവരുണ്ട്, പനി വന്നവർ. നമ്മൾ തന്നെ സ്വയം പറയാറ്, ഞാൻ അവിടത്തെ വെള്ളത്തിൽ ഒന്ന് കുളിച്ചതാന്ന് തോന്നുന്നു, എനിക്ക് തലവേദന തുടങ്ങി, പനി തുടങ്ങി. അല്ലാഹുവിന്റെ മുത്തുനബി നേരത്തെ പഠിപ്പിച്ചു, നമ്മൾ അറിയാതെ പോയി. തെറ്റുകാരൻ അല്ലാഹുവിന്റെ മുത്തുനബിയല്ല, പരിശുദ്ധ ദീനല്ല, അള്ളയല്ല. പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചു തന്ന നബി അത് തന്നെ പരിശുദ്ധ നാവ് കൊണ്ടും ജീവിതം കൊണ്ടും നമ്മെ പഠിപ്പിച്ചു. പക്ഷേ നമ്മളതൊന്നും അനുധാവനം ചെയ്തില്ല. നമ്മൾ അവിടെയൊന്നും നബി തങ്ങളെ സംസ്കാരമാക്കിയില്ല. വീഴ്ച പറ്റിയത് നമുക്കാണ്. രോഗങ്ങളെ വില കൊടുത്ത് വാങ്ങിയത് നമ്മളാണ്. അകാല രോഗവും അകാല നിറയും വാങ്ങിച്ചെടുത്തവർ നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, ശീലമില്ലാത്തതിന്റെ ഭക്ഷണത്തിന് നീ കൂട്ടരുതെന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ വാക്കുണ്ടെന്ന് അലിയുൻ സൈനുൽ ആബിദീൻ എന്ന ഈ വലിയ മഹാപണ്ഡിതൻ ഈ ഹാറൂൻ റഷീദ് എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ വൈദ്യനോട് പറഞ്ഞു തീർന്ന ഉടനെ ഖുർആൻ അറിയുന്ന, അറബി ഭാഷ അറിയുന്ന, അതിന്റെ ശാസ്ത്ര സാങ്കേതിക പ്രയോഗങ്ങൾ അറിയുന്ന, അതിന്റെ വലിയ വലിയ വാക്കിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും അറിയുന്ന ഈ ഡോക്ടർ അത്ഭുതം കൂറിക്കൊണ്ട് തിരിച്ചു പറഞ്ഞു, ഞാനൊന്ന് മര്യാദ പറയട്ടെ തങ്ങളെ.
കിതാബുക്കും വലാ നബിയുക്കും ഞങ്ങളെ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ആചാര്യനായ ഞങ്ങളെ ഡോക്ടർമാരുടെ ഞങ്ങളെ വൈദ്യലോകത്തെ ഏറ്റവും വലിയ കിരീടം ചൂടാത്ത രാജാവായ വൈദ്യശാസ്ത്രത്തിന്റെ അധിപനായ യൂനാനി ലോകത്തെ ജനിപ്പിച്ച ജാലിയന്നൂസ് എന്ന വലിയ ഡോക്ടറില്ലേ, ആ ഡോക്ടറിന് നിങ്ങളെ പരിശുദ്ധ ഖുർആൻ ആയത്തിന്റെ കണ്ടം വിട്ടിട്ട് ഒരു ചികിത്സയുടെ വാക്ക് പോലും ലോകത്ത് പറയാനില്ല. നിങ്ങളെ മുത്തനബി പഠിപ്പിച്ച ഈ പരിശുദ്ധ 3 വാക്കുകൾക്കപ്പുറം ഞങ്ങളെ ജാലിയന്നൂസ് എന്ന വലിയ ഡോക്ടർക്ക് ഒരു വാക്ക് പോലും ചികിത്സയുമായി ബന്ധപ്പെട്ട് ലോകത്തോട് പറയാനില്ല, പറഞ്ഞിട്ടുമില്ല. അത്ഭുതമാണ് നിങ്ങളെ ഖുർആൻ. ഖുർആൻ കൊണ്ട് നടക്കുന്ന ഈ മുത്തുനബിയുടെ ചികിത്സ ബന്ധപ്പെട്ട ആരോഗ്യ സംബന്ധമായ ഈ പരിശുദ്ധ വാക്കുകളെ കൊണ്ട് നടക്കുന്ന ഈ സമുദായത്തിന് ഇനി എന്തിനാണ് ഒരു ഡോക്ടർ, ഇനി എന്തിനാണ് ഒരു ചികിത്സ എന്നീ വൈദ്യൻ തിരിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഈ ജാലിയന്നൂസ് എന്ന യൂനാനിയുടെ സ്ഥാപകനുണ്ടല്ലോ, അയാൾ ജനിച്ചിട്ട് അദ്ദേഹം ജനിച്ചത് അല്ലാഹുവിന്റെ മുത്തുനബി ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് അഥവാ 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയയാളാണ്. ഈ വലിയ ചികിത്സാ സമ്പ്രദായത്തിന്റെ അധിപനെങ്കിൽ അദ്ദേഹത്തിന്റെ പോലും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച ചികിത്സാ സമ്പ്രദായത്തെ മുഴുവനും അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ഏതാനും വാക്കുകൾ നബി ഒതുക്കിയെങ്കിൽ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരായത്തിന്റെ കണ്ടത്തിൽ ഒരുക്കിയെങ്കിൽ, അല്ലാഹുവിന്റെ മുത്തുനബിയെ ജീവിതമാക്കുന്ന മുസ്ലിമേ എന്തേ ആരോഗ്യ സംബന്ധമായി അല്ലാഹുവിന്റെ മുത്തുനബിയുടെ അധ്യാപനങ്ങൾ നീ ജീവിതമാക്കിയില്ല? നബിയുടെ പരിശുദ്ധ മൊഴികളെയോ നബി തങ്ങളുടെ ജീവിത ശൈലിയും ഭക്ഷണ ക്രമീകരണമോ എന്തുകൊണ്ട് ജീവിതമാക്കിയില്ല? പ്രിയപ്പെട്ടവരെ, അധികം വിശദീകരിക്കുന്നില്ല, ചുരുക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു എന്താണ് അമിതം എന്ന് പറഞ്ഞാൽ. ഭക്ഷണത്തിലുള്ള അമിതം എത്രയാണെന്നറിയുമോ? വിശക്കുമ്പോ വിശത്തിരിവിനനുസരിച്ച് മാത്രം ഭക്ഷിക്കുക, ദാഹിക്കുമ്പോ ദാഹത്തിനനുസരിച്ച് മാത്രം കുടിക്കുക. അതിനപ്പുറം തിന്നാൽ അമിതമാണ്, അതിനപ്പുറം കുടിച്ചാൽ അമിതമാണ്. അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പ്രബലം പഠിപ്പിക്കുമ്പോ പല പണ്ഡിതന്മാരും കുറ്റമായിട്ട് പോലും അത് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞ് തൽക്കാലം ചുരുക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു ഒരു മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ അവന് ഏതാനും പിടി ഭക്ഷണങ്ങൾ മതി. നമ്മൾ പിടിക്കുന്നത് പോലെ 5 വിരലും പതിച്ച് നിറച്ചുകൊണ്ടുള്ള ഭക്ഷണം കറികൂട്ടി ഉരുള കൂട്ടുന്ന വലിയ കൂട്ടമല്ല, ചെറിയ ചെറിയ പിടികളായ കേവലം 9ഓളം വരുന്ന പിടി ഭക്ഷണങ്ങൾ മാത്രം മതി ഒരു നേരം അവന് കഴിക്കാൻ. യുക്കിന് സുൽബ, അവന്റെ നട്ടെല്ലിനെ വളയാതെ ചരിയാതെ പിടറാതെ വേദനിക്കാതെ അവന് നിലയ്ക്ക് നിർത്താ, ആരോഗ്യത്തോടെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താ, അവൾക്ക് വേണ്ടി ജോലിയെടുക്കാ, മക്കൾക്ക് വേണ്ടി പണിയെടുക്കാ, നിന്ന് നിസ്കരിക്കാ, അവൻ അവന്റെ ശരീരത്തെ നിലനിർത്താനുള്ള ആരോഗ്യമായി ലുഖൈമാത്ത് ഏതാനും ചെറിയ പിടി ഭക്ഷണം മതി. ഇനി ഫൈൻകാരലാബുദ്ധ, ആ ചെറിയ പിടി ഭക്ഷണം കൊണ്ട് ഒരാൾക്ക് മതി വന്നിട്ടില്ല എങ്കിൽ, ഒരാൾക്ക് തികഞ്ഞിട്ടില്ല എങ്കിൽ, ഫസുലുസുല്ലി തുആമിഹി വസുലുസുല്ലി ശറാബിഹി വസുലുസുല്ലി നഫസിഹി. ഇത് അബൂ റബീന്റെ വാക്കല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഏതാനും പിടി ഭക്ഷണം കൊണ്ടൊരാൾക്ക് മതി വന്നിട്ടില്ല എങ്കിൽ അവനവന്റെ വയറിന്റെ 1/3 ഭക്ഷണമാക്കട്ടെ. വയറിന് ആമാശയത്തിന്റെ ക്വാളിറ്റി അറിയുന്ന മുസ്ലിമേ, നീ നിന്റെ ഒടിഞ്ഞ വയറിനെ 3 ഭാഗമാക്കുക, എന്നിട്ട് അതിന്റെ 1 ഭാഗം നീ ഭക്ഷണമാക്ക്. വസുലുസുല്ലി സറാബിഹി, അതിന്റെ 1 ഭാഗം നീ വെള്ളമാക്ക്. നീ വെള്ളം കുടിച്ചുകൊണ്ട് വയറിന്റെ 1/3 വെള്ളമാക്ക്. അപ്പൊ ഏകദേശം ഇനി 1/3 മാത്രമേ ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ളിടത്ത് നീ ഒന്നും കഴിച്ചു നിറയ്ക്കണ്ട, ഒന്നും കുടിച്ചു നിറയ്ക്കണ്ട. വസുലുസുല്ലി നഫസിഹി, ആ വയറിന്റെ 1/3 കിടക്കേണ്ട ഭാഗം അത് നീ അന്തരീക്ഷത്തിന് വേണ്ടി വായുവിന് വേണ്ടി ഒഴിവാക്ക്. നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി, ആ വായുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയില്ല സ്ഥലം. നമ്മളെ പള്ള നിറച്ച് നെഞ്ചു നിറച്ച് ആലങ്കാരികമായി പിതാക്കന്മാര് പറയുന്നത് പോലെ തൊണ്ട എത്തുന്നത് വരെ തിന്നാൻ തുടങ്ങി. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു നിന്റെ വയറിന്റെ 1/3 നീ ഒഴിവാക്കിയിടണേ വായുവിന് സഞ്ചരിക്കാനെന്ന്. നമ്മൾ കേട്ടില്ല പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ മുത്തുനബിയെ എവിടെയും അനുധാവനം ചെയ്യുന്നതാ ഭക്ഷണ ക്രമീകരണത്തിൽ നബി തങ്ങളെ പിൻപറ്റിയില്ല. അതാപത്തായി അപകടമായി വയറിൽ നിന്ന് 1/3 നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാകാൻ
പോരാതെ പള്ള നിറച്ചപ്പോ അള്ളാടെ മുത്തുനബി വായുവിന് വേണ്ടി ഒഴിവാക്കിയിടണമെന്ന് പറഞ്ഞ ഭാഗം അതും കൂടി നിറച്ചപ്പോ വായുവിന് ആമാശയത്തിൽ തങ്ങി നിൽക്കാൻ സ്ഥലമില്ലാതെയായി. അത് പിന്നെ വാരിയലിന്റെ ഇടയിൽ കുത്തിക്കയറാൻ തുടങ്ങി. അത് ആന്തരികാവയവങ്ങളിൽ കുത്തിക്കയറാൻ തുടങ്ങി. അത് അജീർണം ബാധിക്കാൻ കാരണമായി. അൾസർ തുടങ്ങി, ക്യാൻസർ തുടങ്ങി, എന്തൊക്കെ രോഗങ്ങളിൽ ആ വായുകോപം, ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന വായുകോപം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ശരീരങ്ങൾ മിക്കവാറും ചെന്നെത്താനുള്ള കാരണം ഈ വയറിന്റെ 1/3 വായുവിന് വേണ്ടി ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടത് കേൾക്കാത്തത് കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തിന്ന് പഠിപ്പിച്ച മുത്തുനബി, ഉറങ്ങി പഠിപ്പിച്ച മുത്തുനബി, ഒന്നും അമിതമാകരുതെന്ന് പഠിപ്പിച്ച മുത്തുനബി, നിന്റെ ശരീരത്തിനും ആമാശയത്തിനും താങ്ങാത്തത് കഴിക്കരുതെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരൊറ്റ മത നേതാക്കളും പഠിപ്പിക്കാത്ത, ഒരൊറ്റ മതാധ്യാപകരും പഠിപ്പിക്കാത്ത, ഒരൊറ്റ ഡോക്ടർമാരും പഠിപ്പിക്കാത്ത, ഒരൊറ്റ ചികിത്സാഹാരികളും പഠിപ്പിക്കാത്ത വലിയ സന്ദേശം ജീവിതം കൊണ്ട് നബിത്തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച മുത്തുനബി ആരാ പിന്തുടരുന്നത്? പ്രിയപ്പെട്ടവര്, രാത്രി ഇശാ കഴിഞ്ഞാൽ ദുനിയാവിന്റെ സംസാരത്തിന് മുതിരരുത്. ഇബാദത്തിന് വേണ്ടി സമയം മാറ്റുകയല്ലാതെ ദുനിയാവിന്റെ സംസാരത്തിന്റെ സമയം കളയരുതെന്ന് എത്രയും പെട്ടെന്ന് ഉറങ്ങണമെന്ന് പഠിപ്പിച്ച മുത്തുനബി, എന്റെ പ്രിയപ്പെട്ട യുവാവേ, നീ ചിന്തിച്ചോ, നീ പിന്തുടർന്നോ ജീവിതശൈലി? നേരത്തെ എഴുന്നേക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മുത്തുനബി രാത്രി നേരം മുഴുവനും ഉറക്കമടിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി കളയരുത്, നിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ട് എന്റെ പൊന്നുമോനെ, അധികവും നീ അറേബ്യൻ ഫുഡിന്റെ ഹോട്ടലുകളുടെ തിണ്ണകൾ നിറങ്ങുന്നത്, വിഭിന്നമായ ഭക്ഷണങ്ങളുടെ തിണ്ണകൾ നിറങ്ങുന്നത് ഈ രാത്രിയുടെ യാമങ്ങളിലല്ലേ പൊന്നുമോനെ? ആരാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? നിന്റെ ആരോഗ്യത്തിന് വേണ്ടി പഠിപ്പിച്ച മുത്തുനബി, നിന്റെ ജീവൻ സൗഖ്യത്തോടെ നിലനിൽക്കാൻ വേണ്ടി പഠിപ്പിച്ച മുത്തുനബി, ആ പാത പിന്തുടരാതെ രക്ഷയില്ല സഹോദരാ. അതുകൊണ്ട് അമിതം വേണ്ട. അത് ഉറക്കിലായാലും വേണ്ടില്ല, അത് ഭക്ഷണത്തിലായാലും വേണ്ടില്ല, അത് സംസർഗത്തിലായാലും വേണ്ടില്ല, അത് ായാലും വേണ്ടില്ല, അത് വിശ്രമത്തിലായാലും വേണ്ടില്ല. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച ജീവിതം ജീവിതമാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ന്യൂനതകളും വീഴ്ചകളും പുറത്തു തന്ന് നല്ല അമലാക്കി സ്വീകരിച്ചുകൊണ്ട് ഇതൊക്കെ ജീവിതമാക്കാനും ആരോഗ്യത്തോടെ അവസാനം വരെ നിന്നുകൊണ്ട് ദുനിയാവിന്റെ ആഖിറത്തിന്റെ ആഫിയത്ത് കൊണ്ടും മുആഫാത്ത് കൊണ്ടും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.